ഏവർക്കും അരബിന്റെ സീക്വൻസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആയ 3 സമാന്തര ശ്രേണികൾ എഴുതുക. Write 3 arithmetic sequences with 30 as the sum of first 5 terms. 3 സമാന്തര ശ്രേണികൾ എഴുതുക. arithmetic sequence. ഒരു arithmetic sequence എഴുതാറ് 3-4 ടേം എഴുതിയിട്ട് എക്സെട്ര ഇട്ടാൽ അതായി അല്ലെ. അങ്ങനെ 3 arithmetic സീക്വൻസുകൾ എഴുതണം സമാന്തര ശ്രേണികൾ. വെറുതെ 3 എഴുതിയാൽ പോരാ. അങ്ങനെ വരുന്ന സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആവാം. അത്തരത്തിലുള്ള സമാന്തര ശ്രേണിയാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് വെറുതെ 3 സമാന്തര ശ്രേണി 10, 15, 20 എക്സെട്ര 10, 15, 12 എക്സെട്ര 74, 76, 78 എക്സെട്ര 30, 35, 40 എക്സെട്ര 1, 2, 3, 4 എക്സെട്ര അങ്ങനെ ഒരുപാട് സമാന്തര ശ്രേണി നമുക്ക് എഴുതാം. ഏതെങ്കിലും 3 ആദ്യത്തെ 5 പദങ്ങൾ കൂട്ടിയാൽ 30 കിട്ടും. അങ്ങനെ വരുന്ന 3 സമാന്തര ശ്രേണിയാണ് എഴുതുന്നത്. ഇപ്പോൾ നോക്കാം. 5 പദങ്ങൾ കൂട്ടിയാൽ 3, 4, 5 30 കിട്ടണം അല്ലെ? അതാണ് കണ്ടീഷൻ. സോ 5 പദങ്ങളുടെ തുക 30 എന്ന് പറഞ്ഞാൽ S5 അല്ലെ? S5 ആണ് 30 അല്ലെ? 5 പദങ്ങൾ കൂട്ടിയാൽ 30 ആവണം. അങ്ങനെയുള്ളവരെയാണ് എഴുതുന്നത്. 5 പദങ്ങളുടെ തുകയെ 5 കൊണ്ട് ഹരിച്ചത് ഓഡ് നമ്പറാണ്, ഒറ്റയാണ്. 3 പദങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിച്ചാൽ 5 പദങ്ങളുടെ തുകയെ 5 കൊണ്ട് ഹരിച്ചാൽ 7 പദങ്ങളുടെ തുക സമ്മിനെ 7 കൊണ്ട് ചെയ്താൽ 9 പദങ്ങളുടെ സമ്മിനെ 9 കൊണ്ട് ചെയ്താൽ അവരുടെ മിഡിൽ ടേം കിട്ടും അല്ലെ? കിട്ടൂലേ? അപ്പൊ 5 പദങ്ങളുടെ തുക 30 ആവണ്ടേ? 5 പദങ്ങളുടെ തുകയെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാലോ ഏത് പദം കിട്ടും? 5ന്റെ നടു 5 കൂട്ട് 6ന്റെ പകുതി. മൂന്നാമത്തെ പദം കിട്ടും. മൂന്നാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 5 പദങ്ങളുടെ തുകയെ 5 കൊണ്ട് ഹരിക്കുക. 30/5 എത്ര? 6 അല്ലെ? അപ്പോ അതിന്റെ സീക്വൻസ് 3 വേണം. ഓരോന്നിലെയും 5 പദങ്ങൾ കൂട്ടിയാൽ 30 കിട്ടണം എങ്കിൽ ഓരോ സീക്വൻസിലും മൂന്നാമത്തെ പദം ആരായിരിക്കണം? 6 ആയിരിക്കണം. മൂന്നാമതും 6 ആക്കിയിട്ട് അരിതമെറ്റിക് ആക്കി സമാന്തര ശ്രേണി ആക്കി എഴുതി നോക്കാം. അതിലെ ആദ്യത്തെ 5 പദങ്ങൾ കൂട്ടിയാല് 30 കിട്ടാം. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ആണെന്നോട്ടെ, മൂന്നാമത്തെ എത്രയാണോ? 6 ആവണം. 1, 2 ആണെന്നോട്ടെ, മൂന്നാമത്തെ 6 ആവണം. 1, 2 ആണെന്നോട്ടെ, മൂന്നാമത്തെ 6 ആണ്. മൂന്നാമത്തെ പദം 6 ആവണം എന്നാ പറഞ്ഞത് അല്ലെ? അങ്ങോട്ട് നമുക്ക് എത്ര കൂട്ടോ അത്രയും ഇങ്ങോട്ട് കുറച്ചാൽ മതി. അങ്ങോട്ട് എത്ര കുറക്കണോ അത്ര അങ്ങോട്ട് കൂട്ടിയാൽ നമുക്ക് അതിനെ അരിതമെറ്റിക് സമാന്തര ശ്രേണിയാക്കി കൊണ്ടുപോകും അല്ലെ? 6 ആണ് മൂന്നാമത്തെ പദം. 4ാമത്തെ പദം 5ാമത്തെ പദോ അതവിടെ നോട്ടെ, നമുക്ക് നോക്കാം. 3 സമാന്തര ശ്രേണിയാണ് ഇതുണ്ട്. 5 പദങ്ങൾ തുക 30 കിട്ടണമെങ്കിൽ മൂന്നാമത്തെ പദം 6 ആക്കി കൊടുത്താൽ മതി. ബാക്കി നമ്മൾ എങ്ങനെയാണോ കൂട്ടുന്നത് അതിനനുസരിച്ച് ഇവിടെ കുറച്ചാൽ മതി. ഇനി അങ്ങോട്ട് എങ്ങനെ കുറക്കുകയാണോ അതിനനുസരിച്ച് ഇവിടെ കൂട്ടിയാൽ മതി. നോക്കിയോ? 7 1 കൂട്ട് 8. അങ്ങോട്ട് കൂടാണെങ്കിൽ ഇങ്ങോട്ട് 1 കുറച്ചാൽ പോലെ 5, 4, 5, 6, 7, 8, 9 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണല്ലേ? ഒന്നും ഇതല്ലേ കൂടി പോണേ. ഇതിന്റെ മൂന്നാമത്തെ പദം 6 അല്ലേ? എങ്കിൽ ആദ്യത്തെ 5 പദങ്ങൾ കൂട്ടി വെക്കാം. 30 ആണ് കിട്ടുക. 8, 7, 15, 15, 6, 21, 5, 26, 26, 4 ശരിയല്ലേ? അപ്പൊ ഇതൊരു സമാന്തര ശ്രേണി. 4, 5, 6 എക്സെട്ര അല്ലെങ്കിൽ 4, 5, 6, 8 എക്സെട്ര. ഞാൻ 5 എഴുതി കാണിച്ചു. തുക 30 ആകാൻ വേണ്ടി 5 എഴുതി കേട്ടോ. ഇനി 6 കിട്ടണം. നടുവിൽ 11 മതി. മൂന്നാം പദം 6 ആക്കിയാൽ മതി. അങ്ങോട്ട് എത്ര കുറക്കണോ അത്ര അങ്ങോട്ട് കൂട്ടിയാൽ മതി. അങ്ങോട്ട് 1 കുറച്ച് നോക്കാം. 5, 4 അപ്പൊ കേട്ടോ 7, 8, 7, 6, 5, 4 എക്സെട്ര ആവും പറ്റും. അപ്പൊ ഈ പദങ്ങൾ തിരിഞ്ഞു വരുന്നു. കൂട്ടി നോക്കാം. ആദ്യത്തെ 5 കൂട്ടിയാൽ 30 കിട്ടും അല്ലെ? അല്ലെങ്കിൽ അങ്ങോട്ട് 2 കൂട്ടുക. അപ്പൊ എത്രയാ? 8, 10. അപ്പൊ 2 ഇങ്ങോട്ട് ഓർക്കാം. 4, 2, 4, 6, 8, 10 എക്സെട്ര. ഇത് കൂട്ടിയാക്കാം 30 കിട്ടാം. ഈ 5 18, 18 ഇതൊരു 10 ആണ്. 28 2 ശരിയല്ലേ? ഇനി ആരെ അങ്ങോട്ട് കുറച്ച് നോക്കാം. ഇങ്ങോട്ട് ആരെ കൂട്ടിയാൽ 10 അങ്ങോട്ട് കൂട്ടിയാൽ 10 ഇങ്ങോട്ട് കൂട്ടണം, കുറക്കണം. അങ്ങോട്ട് 10 കൂട്ടിയാൽ 16, 26 ആവും. അപ്പൊ ഇങ്ങോട്ട് 10 കുറയണം. അപ്പൊ നെഗറ്റീവുകൾ വരും. വെറുതെ റിസ്ക് എടുക്കണം. നമുക്ക് ഇതിനെ 6 ആക്കി മൂന്നാമതും 6 ആക്കി നിലനിർത്തി
എങ്ങനെ അങ്ങോട്ട് ചെയ്യുന്ന അതിനനുസരിച്ച് നേരെ അങ്ങോട്ട് ചെയ്താൽ അതിന് സീക്വൻസ് ആയി സമാന്തര ശ്രേണിയായി അല്ലേ. നമുക്ക് അര കൂട്ടാം. അപ്പൊ അര കുറച്ചാൽ മതി. 6 7. അപ്പൊ 7 6 6 5 5 കൂട്ടി നോക്കാം. മൂന്നാമത്തെ പദം 6 ആണ് എങ്കിൽ ഇത് സമാന്തര ശ്രേണിയാണ് എങ്കിൽ ആദ്യത്തെ 5 പദങ്ങൾ കൂട്ടിയാൽ 30 തന്നെയാണ്. കൂട്ടണം. അരങ്ങൾ അടക്കട്ടോ. അര വീണ്ടും കൂട്ടാം. 5 5 10 10 6 16 6 22 22 7 29. ഈ രണ്ടരകളും ഒന്നോ. അപ്പൊ 29 ഒന്നും. മൂന്നാമതം 6 ആണെങ്കിൽ ആദ്യത്തെ 5 പദങ്ങൾ തുക 30 ആയിരിക്കും സമാന്തര ശ്രേണിയാണ് എങ്കിൽ. അപ്പൊ ഇതാണ് 3 സമാന്തര ശ്രേണി. ഓക്കെ. അടുത്ത ദിവസം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 3 ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 എങ്കിൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങൾ എഴുതുക. The first term of an arithmetic sequence is 1. The sum of first 4 terms is 100. Write the 4 terms of the arithmetic sequence. Okay. ഒരു സമാന്തര ശ്രേണി ആദ്യത്തെ പദം 1 ആണ്. അപ്പൊ 1 കോമ പിന്നെ അറിയില്ല. ആദ്യത്തെ ആള് 1. അപ്പൊ സമാന്തര ശ്രേണി 1 കോമ അറിയാതെ തുടങ്ങാം. ആദ്യത്തെ 4 കൂട്ടിയ 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങൾ ആയിരിക്കും ചെയ്യാം. അപ്പൊ ആദ്യ പദം 1 ആണല്ലോ. പിന്നെ 2 3 4 5 6 നമുക്കറിയില്ല. അങ്ങനെ പോവുകയാണ് അല്ലേ. ഇപ്പൊ ആദ്യത്തെ പദം 1 ചിലപ്പോ 1 2 3 4 ഇക്കാരം. പക്ഷെ 4 കൂട്ടി 100 ആണ്. 1 11 21 30 2 കൂടി 1 3 5 7. അപ്പൊ ഒരുപാട് സമാന്തര ശ്രേണി ഉണ്ടാക്കും 1 അല്ലേ. എത്രയും കൂട്ടിക്കൊടുക്കും. പക്ഷെ ആദ്യത്തെ 4 കൂടെ 100 ആവണം. ആ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് അല്ലേ. അപ്പോ ഇതും നമുക്കറിയില്ല. x2 അറിയില്ല, x3 അറിയില്ല, x4 അറിയില്ല, x1 അറിയില്ലേ. അപ്പൊ 100 എന്താണ് നോക്കുക. 100 എന്താ? ആദ്യത്തെ 4 പദങ്ങളുടെ തുക. 4 പദങ്ങളുടെ തുക, 6 പദങ്ങളുടെ തുക, 2 പദങ്ങളുടെ തുക, 8 പദങ്ങളുടെ തുക ഇരട്ടിയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. 3 പദങ്ങളുടെയോ 5 7 9 11 അങ്ങനെ ഒറ്റ സംഖ്യയാണ് എങ്കിൽ ഓഡ് നമ്പർ ആണ് എങ്കിൽ നമുക്ക് നേരെ മധ്യപദം കാണാം. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 4 പദങ്ങളുടെ തുകയാണ് 100 അല്ലെ. 4 പദങ്ങളുടെ തുകയെ 4 കൊണ്ട് ഹരിച്ചാൽ നടു കിട്ടൂല. 4 ആളെ നടുവില്ല. നമുക്ക് കണ്ടത് 5 പദങ്ങളുടെ തുകയെ 5 കൊണ്ട് ഹരിച്ചാലാണെങ്കിൽ നമുക്ക് നടു കാണാം. 3-ാമത്. ഇനി വേണ്ട 5 പോയി 7 ആണെങ്കിലോ 7 പദങ്ങൾ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 4-ാമത്തെ പദം കിട്ടും. ഇത് 5 അല്ല 7 അല്ല അത്രയാണ് 3 അല്ല 4 ആണ്. ഇരട്ട സംഖ്യയാണ് എങ്കിൽ 2 മാർഗങ്ങൾ നമുക്ക് പറയാം. 4 മാർഗം കൂട്ടി എത്ര കിട്ടാ? 100 അല്ലെ കിട്ടണം. അതിനനുസരിച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പോ ഇതും കൂട്ടിയാൽ 100 ആണ് അല്ലെ. ഇത് മാത്രം എത്ര? 1 അല്ലേ. 4 കൂട്ടിയാൽ 100. അതിൽ ഇത് മാത്രം 1 ആണെങ്കിൽ ഈ 3 കൂട്ടിയതേക്കാരം 99 ഉണ്ടാണ്ടേ. നല്ല 100 ആവുള്ളൂ. അപ്പൊ എന്താ 99? ആ 100 1 കുറച്ചാക്കുന്ന 99 എന്താ? ആരുടെയൊക്കെ തുക? x2 x3 x4 കൂട്ടിയത് അല്ലെ. x2 x3 x4 പാടെ കൂട്ടിയാലാണ് എന്താ കിട്ടുക? 99. അപ്പൊ 99 എന്താ? ആദ്യത്തെ അല്ല പിന്നത്തെ 3 പദങ്ങളുടെ തുകയല്ലേ. ഈ 3 മാത്രം നോക്കും. 3 പദങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിച്ചാൽ അവരുടെ നടു കിട്ടും. അത് ആദ്യത്തെ തന്നെ ആവുന്നില്ല. ഇത് 3 പദങ്ങളാണ്. അവരുടെ തുക ഓരോന്നും നമുക്കറിയാം. പക്ഷെ കൂട്ടി എത്ര കിട്ടുക? 99. അത് 3 ഉണ്ട്. അതുകൊണ്ട് എണ്ണം കൊണ്ട് എടുക്കുക. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ച ശരാശരി ആവറേജാ കിട്ടുക. അതിൽ നടുവാ കിട്ടുക. കാരണം എന്താ സീക്വൻസാ ഒരേ നമ്പറാ പോകുന്നത്. അതുകൊണ്ട് കറക്റ്റ് നടന്നു. ഇത് 3 കൂട്ടിയിട്ട് കേട്ടോ. ഇത് 3 കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ ഇവരുടെ നടുവ് താഴെ. ഇവരുടെ നടുവ് ഏതാ? x3 ആണ്. 3-ാമത്തെ പദം കേട്ടോ. ഇരട്ട സംഖ്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒറ്റയാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നു. 99/3 പറഞ്ഞാൽ 9 3 33. 3-ാമത്തെ പദം 33. 1-ാമത് 1 3-ാമത് 33 അല്ലെ. ബാക്കി 2 4 കൂടെ കിട്ടിയാ പോരെ. അപ്പൊ നോക്കുക. 1 ഇതറിയില്ല. പിന്നെ 33 ഇതറിയില്ല. അപ്പൊ അങ്ങനെ കിട്ടിയില്ലേ. അപ്പൊ ആദ്യം ഇങ്ങനെ എഴുതാം. 1-ാമത് 1 കൊണ്ട് കാണാൻ പറ്റി. 4 പദങ്ങളുടെ തുക 100 ആണ്. അപ്പോ ഈ 3 പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് 99 കൊടുക്കും. ഇതിനെ 3 കൊണ്ട് കൂട്ടിയാൽ 99. അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ ഇവരുടെ നടുവത്തെ 3-ാമത്തെ പദം.
അങ്ങനെ മൂന്നാമത്തെ പദം കൂടി കിട്ടിയാൽ നമുക്ക് എന്തായി? ഒന്നും അറിയാം, മൂന്നാമത് അറിയാം. ഒന്നാമത് 1, രണ്ടാമത് അറിയില്ല, നാലാമത് അറിയില്ല, മൂന്നാമത് 33. ഇനി ഇത് രണ്ടും കൂടി. അടുത്തുള്ള 3 പദങ്ങളുടെ പ്രത്യേകത എന്താ? ഒരു സമാന ശരീരം. ഇതും ഇതും കൂട്ടി പകുതിയിട്ട് അത് കിട്ടൂലേ? അപ്പൊ 1 33 കൂട്ടി വെക്കാം. ഇത് പകുതി 34 പകുതി 17 അല്ലേ? 17 ഇവിടെ വരിക. അപ്പൊ എങ്ങനെ ടീം? 1 17 33. അപ്പൊ ഇതും ഇതും ഇനി അടുത്ത് കിട്ടിയ കുഴപ്പമില്ല. എത്ര കൂടി? ദീക്ക് എത്ര കൂട്ടിയത്? ദീക്ക് 16 കൂട്ടിയത് കിട്ടും. അപ്പൊ ദീക്ക് 16 കൂട്ടിയത് കിട്ടുന്നുണ്ട്. ദീക്ക് 16 കൂട്ടിയപ്പോ അടുത്ത് കിട്ടൂലേ? അപ്പൊ ഏതാ നാലാമത്തെ? നമുക്ക് അറിയാത്താലും ദീക്ക് 16 കൂട്ടുമ്പോ 49. അപ്പൊ ഇതാണ് ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങൾ. 1 17 33 49. ഓക്കെ, നമുക്ക് കൂട്ടിയേക്കാം. 100 ഓക്കെ. വേറെ മെത്തേഡ് പറയാം. ഇരട്ട സംഖ്യ ആവും കേട്ടോ. 4 പദങ്ങളുടെ തുക, 6 പദങ്ങളുടെ 8 പദങ്ങളൊക്കെ തുകയാവുമ്പോ വേറെ മാർഗം കൊണ്ട് പറയാം. ഒന്നീ മെത്തേഡ്, ഇതാണ് ആൻസർ വരിക. മറ്റൊരു മാർഗത്തിൽ കൂടെ ചെയ്യാം, ആൻസർ മെത്തേഡ് ചെയ്യാണ്. അപ്പോഴും തന്നെയാണ് വരിക. ഇവിടെ നോക്കുക, അത് 4 പാടെ കൂട്ടിയാൽ 100 എങ്കിൽ അല്ലെ? 100 അല്ലേ? ആദ്യത്തതും അവസാനത്തും കൂട്ടിയാലും ഒന്നാമത്തോനും നാലാമത്തോനും കൂട്ടിയാൽ എത്ര കിട്ടുക? നേരെ പകുതി കിട്ടും. 4 പാടെ കൂട്ടിയാൽ 100 അല്ലേ? ഇത് രണ്ടും കൂട്ടി 50 കിട്ടും. ഇത് രണ്ടും പാടെ കൂട്ടിയാൽ മറ്റേ 50 കിട്ടും. അങ്ങനെയാണ് 50ഉം 50ഉം 100. 4 പദങ്ങൾ കൂട്ടിയാൽ 100 എങ്കിൽ ഇതിപ്പോ ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ്, 4 ആളുണ്ടെങ്കിൽ 2 ഗ്രൂപ്പ് ആക്കുക, 2 ജോഡിയാക്കുക. 2 ജോഡി ആകുമ്പോൾ എത്ര ഉണ്ടാവും? 4 ഗ്രൂപ്പ്, 4 ആളല്ലേ? ഇത് 4 കൂട്ടിയാൽ 100 ആണെങ്കിൽ ആദ്യത്തതും നാലാമത്തും കൂട്ടിയാൽ അതിന്റെ പകുതി കിട്ടും. ഇതും കൂട്ടിയാൽ മറ്റേ പകുതി കിട്ടും. ഓക്കെ, ഇത് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 ഗ്രൂപ്പ്. 100നെ 2 ഡിവൈഡ് 100 അല്ലേ മൊത്തം? അതിന് രണ്ടാം തുല്യ കഷ്ണാക്കി 2 തുല്യ കഷ്ണാക്കുമ്പോൾ 50 വരിക. ഇവർ 50ഉം ഇവർ 50ഉം വരും. അതിന് വേറെ മെത്തേഡിൽ പറയാം കേട്ടോ. എന്താ ഒരു സമാന ശരി? x1 x2 x3 x4 x5 x6 അങ്ങനെ പോകണം. ഇത് 4 പാടെ കൂട്ടി എത്രയാ? S4 100 അല്ലേ? ഇതും ഇതും കൂട്ടുക. x1ഉം x4ഉം കൂട്ടുക. എത്രയാണോ അതേ ആൻസറിനെ ഈ കാര്യത്തിൽ തന്നെ കൂട്ടുക അല്ലെ? x2 x3 കൂട്ടുക. 4 പാടെ കൂട്ടിയ 100. ഈ 4 എത്ര ജോഡിയാക്കാം? 2 ജോഡി. 1ഉം 4ഉം ഒരു ഗ്രൂപ്പ്, 2ഉം 3ഉം ഒരു ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 100 അല്ലേ? 100. എത്ര ജോഡി ഉണ്ട് ഇതിന്? 2 ജോഡി. 100/2 എത്ര? 2 ജോഡി ബൈ 2, 3/3 കേട്ടോ, 50. അതായത് x1ഉം x4ഉം കൂട്ടിയാൽ 50 കിട്ടുക. x2ഉം x3യും കൂട്ടിയാലും മറ്റേ 50. ഇത് കൂട്ടി 50, അത് കൂട്ടിയാൽ മറ്റേ 50, 100. ഓക്കെ. ഇനി x1ഉം നമുക്ക് x1 അറിയാത്ത x1 ആദ്യം 1 അപ്പോ x1ഉം x4ഉം കൂട്ടി 50 ആണ്. ഇതും കൂട്ടി 50 ആണെങ്കിൽ ഇതൊന്നല്ലേ മക്കളെ? ഇത് ഒന്നാമത് 49 അല്ലേ? ഈ x1ന് 1 കൊടുത്തോക്കാം. x4 അതുപോലെ ഇതാ 50. ഈ 1 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ x4 സമം 50 മൈനസ് 1 49. അപ്പൊ നാലാമത്തെ ആള് കിട്ടി 49. ഒന്നാമത്തെ ആള് 1, നാലാമത്തെ ആള് 49 അല്ലെ? അപ്പൊ നമുക്ക് ഇത്രേ ഇതും അറിയില്ല. ഇത് 49 1, ഡാഷ് x4 അവ 49 കിട്ടി. ഇത് കൂട്ടി 50 ആണ്. ഇത് കൂട്ടിയാലോ അത് 50 അല്ലേ? ഇതൊരു കാര്യം ചെയ്യാം, 20 30 കൊടുത്താലോ? അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. ഇത് കൂട്ടി 50 അല്ലേ? എന്നാൽ 40 കൊടുക്കുക, 10 കൊടുക്കാം. ഇത് 45 5 കൊടുക്കാം. അങ്ങനെ 50 ആക്കിയിട്ട് കാര്യം. ഇവിടെ 1ഉം 49 ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇവരുടെ സ്വഭാവം നോക്കണം. അതിനനുസരിച്ച് ഇവർ കൊടുക്കാൻ പറ്റും. സംഭവം അത് കൂട്ടി 50 കിട്ടും. 50 കിട്ടാൻ ഇപ്പൊ 49 1 ഇതാകാം. ഇത് 45 5, 48 2 ആകാം, 40 10. ഒരുപാട് ആൻസറുകളില്ലേ 50 ആകണേ. അങ്ങനെ ഇഷ്ടമല്ല കൊടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെ കൂട്ടി 50 കിട്ടുന്ന ഏത് ജോഡിയാ വരാന്നോ? ഈ 1 49 നോക്ക്. ഇവരെ വെച്ചിട്ട് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണും. അതിനനുസരിച്ച് ഇവരെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ പറയാ? നാലാമത്തെ ആളറിയാം, ഒന്നാമത്തെ ആളറിയാം. എങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം? നാലാമത്തെ ആൾ ഒന്നാമത്തെ ആൾ എന്തിനാ എങ്ങനെ കാണാം? x4 - x1/4 - 1 അല്ലേ? x4 എത്ര? 49. x1 അപ്പൊ ഇതെന്ത് കുറക്കാം? 4ാം സ്ഥാനം 1ാം സ്ഥാനം 4 1 കുറച്ച 3 ഇല്ലേ? 48 ആണല്ലേ ബൈ 3 അപ്പൊ 16 ആണ്. അപ്പൊ പൊതുവ്യത്യാസം 16 ആണ് കിട്ടും. പൊതുവ്യത്യാസം 16 ആണെങ്കിൽ 1 ഇവിടെ ഉണ്ട്, പിന്നെ ഇത് രണ്ടും അറിയില്ല. ഇത് 49. ഇനി ഇവിടെ നിങ്ങൾ ഇഷ്ടമല്ല കൂട്ടാൻ പറ്റില്ല. അവിടെ 16 കൂട്ടും. ഇതിക്ക് 16 കൂട്ടണം. അതേ ഇവിടെ വരാൻ പാടുള്ളൂ. ഇഷ്ടമുള്ള ഇതിനെ അൻപാക്കിയിട്ട് കാര്യല്ലോ. 40 50 ചെയ്തിട്ട് കാര്യമില്ല.
ഇതിക്ക് 16 കൂട്ടിയതിലിട്ടാ അപ്പൊ ഇത് 17. ഇതിക്ക് 16 കൂട്ടിക്ക 33. ഇതിക്ക് 16 കൂട്ടിയൊക്കെ അത് ഇതാണ് കറക്റ്റ് ആൻസർ. വ്യത്യാസം കറക്റ്റ് കൊടുക്കണം. ഇപ്പൊ എന്തായി നമ്മൾ ആൻസർ കിട്ടി. അപ്പൊ അതൊരു മെത്തേഡ് വിവരണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്തുള്ള ഏതു 4 പദങ്ങൾ എടുത്താലും രണ്ടറ്റത്തുമുള്ള പദങ്ങളുടെ തുക നടുക്കുള്ള 2 പദങ്ങളുടെ തുകക്ക് തുല്യമാണെന്ന് തെളിയിക്കുക. Prove that for any 4 consecutive terms of an element sequence, the sum of the 2 terms at the ends is equal to the sum of the 2 terms in the middle. അതായത് ഒരു സമാന്തര ശ്രേണി എവിടെ ഉള്ളതാകാം, പക്ഷെ ഉള്ളത് 4 അടുത്തുള്ളതാണ്. ആദ്യത്തെ 4 രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, 10ഉം 11ഉം 12ാമത്തെ, 13ാമത്തെ, 27ാമത്തെ, 28ാമത്തെ, 29ാമത്തെ, 30ാമത്തെ അടുത്തുള്ള 4 പദങ്ങൾ ഏതായാലും സീക്വൻസിന്റെയും അടുത്തുള്ള ഏത് 4 കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്താലും അതിന്റെ പ്രത്യേകത ഈ 2 അറ്റത്തുമുള്ള പദങ്ങളുടെ തുക തന്നെയാണ് ഈ നടുവത്തെ 2 പദങ്ങളുടെ തുക എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സാമ്പിൾ കൂടെ കണ്ടുല്ലേ, കണ്ടില്ലേ? പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, പ്രൂവ് ചെയ്യാം. ഏതും ആവാം, ആദ്യത്തെ 4 പിന്നത്തെ 4, പിന്നത്തെ ഏതോ എവിടെയുള്ളതായാലും കുഴപ്പമില്ല, പക്ഷെ അത് 4 അടുത്തുള്ളതാവണം. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു പദമാണ് കരുതാം. ഒന്നാമത്തെ പദമല്ല, x1 കരുതണ്ട, ഏതെങ്കിലും ഒരു പദം. 5ാമത്തെ, 6ാമത്തെ, എത്ര ആയിരിക്കും? 44ാമത്തെ ഒരു പദമാണ് എക്സ്. എലിമെന്റ് സീക്വൻസ് അല്ലേ, അപ്പൊ ഒരു പ്രത്യേക സംഖ്യ അല്ലേ കൂടെ. ഇതാണ് ആദ്യത്തെ ആളുടെ ഒരു പദം. തൊട്ടപ്പുറത്തുള്ള ആള് ഇങ്ങനെയാണ്. ഇപ്പൊ വ്യത്യാസം കൂടുമ്പോഴല്ല അധികം. അതിന്റെ അപ്പുറത്തുള്ള ആള് x+2, അതിന്റെ അപ്പുറത്ത് x+3. ഇത് ആദ്യത്തെ ആണെങ്കിൽ x1 ആണെങ്കിൽ x1+, അപ്പൊ രണ്ടാമത് ഫസ്റ്റ് ടേം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇത് രണ്ടാമത്തെ ആണെങ്കിലോ അപ്പൊ ഇത് 3, 4, 7 ആണെങ്കിൽ 8, 9, 10, 66 ആണെങ്കിൽ 67, 68. ഇത് ഏതോ ഒരു പദമാണ് കേട്ടോ. സമാന്തര ശ്രേണി അരിത്മെറ്റിക് ആയതുകൊണ്ട് ഒരു പ്രത്യേക നമ്പർ കൂട്ടി x+d കൂടി. അതേ d തന്നെ പിന്നെയും കൂട്ടുമ്പോ x+2, അതേ d വീണ്ടും കൂട്ടും. അപ്പോ സമാന്തര ശ്രേണി അടുത്തുള്ള 4 പദങ്ങളാണ് ഇവർ എന്ന് കരുതുന്നത്. നമുക്ക് ഇതും ഇതും കൂട്ടിയാലും ഒരേ ഉത്തരം എന്നല്ലേ കിട്ടണ്ടേ? അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? അത് കൂട്ടി വെക്കാം. സം ഓഫ് 2 ടേംസ് അറ്റ് ദ 2 എക്സ്ട്രീംസ്, 2 ends, 2 അറ്റത്തുമുള്ള പദങ്ങളുടെ തുക. 2 അറ്റത്തുമുള്ള പദങ്ങളുടെ തുകയാണ് കാണുന്നത് കേട്ടോ. പദങ്ങളുടെ തുക ഏതൊക്കെ? ഇവിടെ x ആണ്, അവിടെയോ x+3. ഇതല്ലേ 2 അറ്റത്തില്, ഇതും ഇതല്ലേ കൂട്ടുക. അപ്പൊ എന്താ കിട്ടുക നോക്കാം. x ഉം 2x കേട്ടോ, പിന്നെ ഒരു 3 2x+3 കിട്ടും. ഇതാണ് 2 അറ്റത്തുമുള്ള പദങ്ങളുടെ തുക. സം ഓഫ് 2 ടേംസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. ഇനി നടുക്കുള്ള മധ്യത്തിലുള്ള നടുവിലുള്ള 2 പദങ്ങളുടെ തുക. നടുവിലുള്ള 2 പദങ്ങളുടെ തുക. സം ഓഫ് 2 ടേംസ് ഇൻ ദ മിഡിൽ. ആരൊക്കെ? x+d ഉണ്ട്, x+2d ഉണ്ട്. അതും ഇതും കൂട്ടണം. ഈക്വൽ എക്സും എക്സും, ഒരു എക്സും 2x ആവും. ഒരു ഡിയും 2 ഡിയും എന്താവും? ഒരു ഡി 2 ഡി 3 ഡിയോ. ഇത് 2 അറ്റത്തുള്ള പദങ്ങളുടെ തുക ആണ് തുടങ്ങിയത്. ഇത് നടുവിലെ പദങ്ങളുടെ തുക. ഇതും ഈക്വൽ അല്ലേ? എത്രയല്ലേ കിട്ടേ? അതുകൊണ്ട് 2 അറ്റത്തുമുള്ള പദങ്ങളുടെ തുക തന്നെയാണ് മിഡിൽ വരുന്ന പദങ്ങളുടെ തുക എന്ന്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതി. റൈറ്റ് 4 എലിമെന്റ് സീക്വൻസസ് വിത്ത് 100 as the sum of first 4 terms. 4 സമാന്തര ശ്രേണി എഴുതണം. വെറുതെ എഴുതിയാ പോരാ. ആ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 4 കൂട്ടി എത്രയാണ്? 100. ഓക്കെ. അങ്ങനത്തെ 4 സീക്വൻസ് കേട്ടോ. നോക്കിയിരുന്നോ? 4 കൂട്ടിയ 100 ആണ്. സമാന്തര ശ്രേണി ആകുമ്പോഴാണ് അല്ലെ? നമ്മൾ പഠിച്ചു 4 കൂട്ടിയ 100 ആണെങ്കിൽ ഇതിനെ 2 ജോഡിയാക്കാം. ഒന്നാമത്തെ 4ാമത്തെ ജോഡി, രണ്ടാമത്തെ 3ാമത്തെ ജോഡി അല്ലെ? അപ്പൊ ഇത് 2 കൂട്ടിയാൽ പകുതി കിട്ടും, 50. ഇത് 2 കൂട്ടിയാൽ മറ്റേ പകുതി അല്ലെ? അപ്പൊ നമ്മൾ ആൻസർ എങ്ങനെ കൊടുക്കാം? ഇവിടെ നമുക്ക് 1 കൊടുക്കാം, 49 കൊടുക്കാം. ഇത് കൂട്ടി 80 അല്ലേ? ഇനി ഇവിടെ ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റില്ല. ഇനി ഇഷ്ടമുള്ള കൊടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് പൊതു വ്യത്യാസം കാണണം. എത്രയാണോ പൊതു വ്യത്യാസം അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാൻ പറ്റും. 50 കൂട്ടി 80. പക്ഷെ ഇതിന്റെ ആൻസർ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കില്ലേ?
എത്ര പൊതു വ്യത്യാസം വരിക? നാലാമത് ഒന്നാമത് വെച്ചിട്ട് 16 വരുന്നില്ലേ? അപ്പൊ അതിക്ക് 16 കൂട്ടി കൊടുത്താൽ മതി. ഇത് അതിക്ക് 16 കൂട്ടുമ്പോ തരും. ഇതാണ് ഒരു സമാന്തര ശ്രേണി, ഒരു എലമെന്റ് സീക്വൻസ്. ഇനി രണ്ടാമത്തെ പറയാം. 1-ന് 49 കൊടുത്തു. വെറുതെ നമ്മൾ 2-48 കൊടുത്താൽ എന്താ സംഭവിച്ചാൽ തെറ്റൊന്നുമല്ല, പക്ഷെ നല്ല റിസ്ക് വരും. ഇത് രണ്ടും നമുക്ക് 50, ഇതിന് 50 ആക്കുക, ഇതിന് 50 ആക്കുക. പക്ഷെ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള 50 ആക്കാൻ പറ്റില്ല. ഇതിനനുസരിച്ചുള്ള കോമൺ ഡിഫറൻസ് വരുന്ന അതിനനുസരിച്ച് അവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ 1-49 കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് കിട്ടി. ചില കറക്റ്റ് കിട്ടും. 2-48 കൊടുത്താല് എത്ര പൊതു വ്യത്യാസം വരാമോ? അതിന്റെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 4 ഏതാ? 40. ഒന്നാമതും കുറച്ച് ബൈ 4ഉം 1 4 - 1. ഈ 4 - 1 എത്രയാ? 3 ആണ്. ഇത് കുറച്ച് നോക്കാം. 46/3. ഇവിടെ 4-ാം സ്ഥാനം 1-ാം സ്ഥാനം കുറച്ചാൽ 3 ആണ്. 3 താഴെ വരുന്നുണ്ടെങ്കിൽ മുകളിൽ 3ന്റെ മൾട്ടിപ്പിൾ കറക്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് 45/3 ആണെങ്കിൽ നമുക്ക് 15 തരും. കോമൺ ഡിഫറൻസ് 15. ഇതിപ്പോ എത്ര വരും? 46/3 എത്ര വരാ? 45-ലാണെങ്കിൽ എത്ര വരാന്നോ? 45-ൽ 15. 15 3 45. പക്ഷെ ഇവിടെ ബാക്കിയൊന്നുമില്ലേ? അപ്പൊ ഒരു 1/3. 15 1/3 വരും. ഇതാണ് കോമൺ ഡിഫറൻസ്. ഇത് ഇത്ര കൂട്ടി കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളിവിടെ 2-48 കൊടുത്താൽ ശരിയാവും. തെറ്റല്ല, നല്ല മല്ല് വരോടെ ഇരുന്നു. അപ്പൊ നമുക്ക് വേറെ മാർഗം. താഴെ 3 ആണ്. 3ന്റെ പ്രോഡക്റ്റ്, 3ന്റെ മൾട്ടിപ്പിൾ ഇവിടെ വരണം. എന്നാ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. അതിന്റെ കറക്റ്റ് വെട്ടാൻ പറ്റും. ഇത് തമ്മിൽ കുറച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾ ആവും. അതേപോലെ കൂട്ടി 50 ആവും. അപ്പൊ നമുക്ക് 2 ഒളിച്ചില്ല. 3-40 50 ആക്കണ്ടേ? 40 ആലോചിച്ചു. 3-40 കൂട്ടി 50 ആണ്. ഇത് കുറച്ചാൽ എത്രയാണ്? അത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട്. അപ്പൊ 1 കിട്ടിയോ? ഇതൊന്ന് കിട്ടിയ രണ്ടാമത്തെ തിരിച്ചിട്ടാ മതി. ഞാൻ തിരിച്ചു വെച്ചാ 49 33 17 1 എക്സെട്ര. അത് സമാന്തര ശ്രേണിയാണ്. ആദ്യത്തെ 4 പദങ്ങൾ കൂട്ടിയ 100 കിട്ടും. ഒപ്പം 2 ഒപ്പം ഇതിനൊപ്പം മറ്റൊന്ന് കിട്ടിയെന്നൊക്കെ കേട്ടോ. അതിൽ വേറെ കുറച്ച് ഐഡിയാസ് പറഞ്ഞു. 3-40 കൊടുത്താൽ സംഭവം 50 ആണ്. ഇവിടെ വരണമെങ്കിൽ ഇവർ തമ്മിൽ കുറച്ച് എത്ര? ഇവർ തമ്മിൽ കുറച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അങ്ങനെയാണ് സിമ്പിൾ ആയിട്ട്. 40 3 വെച്ചതിനെ 47 3 44 അല്ലേ? 44 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 42 ആണെങ്കിൽ 39 42. അപ്പൊ 3-40 ബുദ്ധിമുട്ടാണ്. 4 ഇവിടെയാണെങ്കിലോ അതിനനുസരിച്ച് മാറും. 46 നല്ലേ? നല്ല 50 ഉള്ളൂ. ഇവർ തമ്മിൽ കുറച്ച് തരാം. 42 42 മൾട്ടിപ്പിൾ ആണ് 3ന്റെ. അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇത് 4-46 ആണെങ്കിൽ എങ്ങനെ കോമൺ ഡിഫറൻസ് കാണുമോ? 4-ാം പദത്തിന് 1-ാമത് കുറക്കാം. ബൈ 4 അല്ലേ? 4 - 1 സ്ഥാനം. ഇത് 42. ഇത് 3. 42/3 എത്ര? 4 എത്ര? 3 1 3. ബാക്കി 1 12 എത്ര? 3 4 14. 14 വീതം ഇങ്ങനെ കൂട്ടി കൊടുത്തോക്കാം. ഇതിക്ക് 14 കൂട്ടിക്കാം. ഇതിക്ക് 14 കൂട്ടിക്കാം. 10 കൂട്ടുമ്പോ 28 4 32. ഇതിക്ക് 14 കൂട്ടിയേക്കാം. അപ്പൊ ഇത് മറ്റൊരു സമാന്തര ശ്രേണിയാണ്. ആദ്യത്തെ 4 പദങ്ങൾ. എന്നാ വേറെ ഒന്ന് വേണമെങ്കിൽ തിരിച്ചിട്ടാ മതി. 46 32 18 4 എക്സെട്ര അങ്ങനെ വരാം. ഓക്കെ, നമുക്ക് വേറെ നോക്കാം. 5 കൊടുത്താൽ അവിടെ 45 കൊടുക്കും. 45 5 കുറച്ച് 40 ആണ്. അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 5ന്റെ റിസ്ക് എടുക്കണം. 6 46 കൊടുക്കത്തില്ലേ? 44 കൊടുക്കണം. 44 6 തമ്മിൽ കുറച്ച് നോക്കാം. 38 ആണ്. 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 39 ആണോ? 7 കൊടുക്കുമ്പോ ഇവിടെ 43 കൊടുക്കണം. നോക്കാം. 7 43 കൊടുത്തോക്കാം. 43 ചെയ്യും കുറച്ച് നോക്കാം. 36 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് പറ്റും ഇങ്ങനെ ഡി കാണാം. തമ്മിൽ കുറക്കാം. 47 7 കുറക്കാം. താഴെ പിന്നെ 4 - 1 തന്നെ. 3 ഇത് കുറച്ച് 36. 3-ൽ 1 അല്ലെ? 6-ൽ 2 12. 12 കൂട്ടിയാൽ മതി. ബിക്ക് 12 കൂട്ടുമ്പോ 19. ബിക്ക് 12 കൂട്ടുമ്പോ 39. 31ക്ക് 12 കൂട്ടുമ്പോ 43. ഓക്കെ, അപ്പൊ ഇതാണ് മറ്റൊരു സമാന്തര ശ്രേണി. ഓക്കെ, ഇനി തിരിച്ചിട്ടാ മതി. വേറെ ആണെങ്കിലും ഒന്ന് കിട്ടും. 43 31 19 7 എക്സെട്ര. അതും സമാന്തര ശ്രേണിയാണ്. പിന്നെ നെഗറ്റീവ് പോയിക്കോട്ടെ. ആദ്യത്തെ 4 കൂട്ടിയാൽ 100 തന്നെ കിട്ടും. പിന്നെ 4-ാമത്തെ നമുക്ക് വേറെ നോക്കാം. 8 കൊടുത്തു നോക്കാം നമുക്ക് അല്ലെ? ഇത് 8 ആണ്. ഇത് 42 ആണ്.
50 പക്ഷെ 42 8 തമ്മിൽ കുറച്ചാലും 34 അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല 33 നോക്കാം. അപ്പൊ 8 ബുദ്ധിമുട്ട അത് 9 നോക്കുക. അപ്പൊ 41 ആക്കണം. 50 അല്ലേ 50 തമ്മിൽ കുറച്ചേക്കാം. 41 39 തമ്മിൽ കുറച്ചാല് 32 വരും. 32 ആണെങ്കിൽ പോരാ 33 ആണെങ്കിൽ വേണം അല്ലെ. 10 ആണെങ്കിൽ ഇവിടെ 40 കൊടുക്കണം. 10 40 ആണെങ്കിൽ 50 കൂട്ടിയപ്പോൾ കുറച്ചാ 30 10 40 കൂട്ടിയല്ലേ കുറച്ച് നോക്കാം 30 അല്ലേ. 3ന്റെ മൾട്ടിപ്പിൾ എങ്ങനെയാണ്? ഒന്നാമത്തെ ആള് 10 നാലാമത്തെ ആള് 40 20 30 10 രൂപ നമ്മളെ വേണ്ട 40 10 കുറക്ക 4 മൈനസ് 1 പറഞ്ഞ എത്ര 3 എത്ര കുറച്ചാ 30/3 10 അല്ലേ. 10 കൂട്ടി കൊടുത്താൽ മതി 10 20 30 40 എക്സെട്ര വേറെ കണ്ടോ പണി തിരിച്ചിട്ടാ മതി. ഒരുപാട് സമാധാനം ഉണ്ടാകും കേട്ടോ. ഓക്കെ അടുത്ത ദിവസം ആദ്യ പദം 30 ആദ്യത്തെ 3 പദങ്ങളുടെ തുകയോ 300 ആയ സമാന്തര ശ്രേണി എഴുതാം. നിങ്ങൾ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാം. ഫസ്റ്റ് ടേം 30. സം ഓഫ് ഫസ്റ്റ് 3 ടേം ഈസ് 300. Write the first 3 terms of the arithmetic. ആദ്യത്തെ ആള് 30 ആണ്. ആദ്യത്തെ 3 എണ്ണം കൂട്ടിയ 300 കിട്ടും വേണം. അങ്ങനെയുള്ള അരിതമെറ്റിക് സീക്വൻസ് സമാന്തരശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാം. ആദ്യത്തെ ആള് 30 ആണ്. പിന്നത്തെ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ പോകുന്നുണ്ട്. 3 പദങ്ങളാണ് എഴുതുന്നത്. ഇതും അറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ. 30, x2 x3 x x2 x3 അറിയില്ല. പക്ഷെ അത് 3 പാടെ കൂട്ടിയ 300 ആണ്. സോ ഗിവൺ ദാറ്റ് s3 ഈക്വൽ ടു 300 അല്ലെ. 3 പദങ്ങളുടെ തുക 300. 3 പദങ്ങളുടെ തുക 5 7 അല്ലെ. ഒറ്റയാണെങ്കിൽ നമുക്ക് അതിനെ അതുകൊണ്ട് വെച്ച നടുവും. ഇരട്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ മാർഗം സ്വീകരിക്കാം. അപ്പൊ ഇത് രണ്ടും കിട്ടിയാൽ നമ്മൾ ആൻസർ ചെയ്യും. 3 പദങ്ങൾ കൂട്ടിയ 300 ആണെങ്കിൽ നമുക്കറിയില്ലേ 3 പദങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിച്ചാൽ നടുവത്തെ പദം കിട്ടും. 3 ആളെ നടു ഏതാ രണ്ടാമത്താണ്. അപ്പൊ x2 കിട്ടും അല്ലെ. 3 പദങ്ങളുടെ തുക 300 നമുക്കറിയില്ലേ. ബൈ 3 300/3 എത്ര 100 അല്ലേ. അപ്പൊ രണ്ടാമത് 100 കിട്ടിയില്ലേ. അപ്പൊ ആദ്യത്തെ ആള് 30 ആണ്. പിന്നത്തെ ആൾ ഇപ്പൊ കിട്ടി 100. പക്ഷെ പിന്നത്തെ ആൾ അറിയില്ലല്ലോ. ഇനി എന്താ അറിയാൻ പാടി സമാനിച്ചല്ലേ. ഇതിലേക്ക് എത്ര കൂട്ടിയത് കിട്ടും 70. അതിലേക്ക് 70 കൂട്ടിയൊക്കെ അതും കിട്ടും 170. അപ്പൊ ഇതാണ് ആദ്യത്തെ 3 പദങ്ങൾ ആ സമാനിച്ചതിന്റെ. ആദ്യ പദം 30 ആണ്. കൂട്ടിയൊക്കെ 170 100 270 270 30 300. ഇതാണ് ആദ്യത്തെ 3 പദങ്ങൾ കേട്ടോ. അതാണ് എഴുതാൻ ശ്രേണി എഴുതാൻ പറഞ്ഞാൽ എക്സെട്ര ഇട്ടാൽ മതി. പദങ്ങൾ എഴുതാൻ പറഞ്ഞാലോ അപ്പൊ എക്സെട്ര ഒഴിവാക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യ പദം 30. ആദ്യത്തെ 4 പദങ്ങൾ തുക 300. അങ്ങനെയുള്ള സമാനത്തിന്റെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാം. ഫസ്റ്റ് ടേം 30 തന്നെയാണ്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 300. Write the first 3 terms of the arithmetic sequence. ആദ്യത്തെ ആള് 30 3 എണ്ണം കൂട്ടിയ 300 അത് നമ്മൾ കണ്ടു. ഇനി ആദ്യത്തെ ആള് 30 ആണ് 4 എണ്ണം കൂട്ടിയ 300 അത് എഴുതണം. അപ്പൊ ആദ്യത്തെ ആള് 30 രണ്ടാമത്തെ 3 4 ബാക്കിയൊന്നും അറിയില്ല. ഇത് 4 പാടെ കൂട്ടിയാലും 300 ആണ്. 4 പാടെ കൂട്ടിയാൽ ഇരട്ടിയാണ്. S4 ആണ്. 4 പദങ്ങളുടെ തുകയെ 4 കൊണ്ട് ഹരിച്ചാൽ നാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ജോഡിയാക്കാം. ഇതും മൊത്തം കൂട്ടിയ 300 ആണെങ്കിൽ ഇതൊരു ജോഡി 2 ജോഡി ആക്കിക്കൂടെ. അപ്പൊ 300 2 തുല്യ കഷ്ടാക്കുമ്പോ എത്ര 150. ഇതും കൂട്ടിയ 150 കിട്ടും. ഇതും കൂട്ടിയ മറ്റേ 150 കിട്ടും. 30നെ 150 ആക്കുമ്പോൾ ആരെ വരണം 30 ആരെ 150 ആക്കാം 120. അപ്പൊ അത് 120. 30ഉം 120 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ടേം കാണാം. എങ്ങനെ നോക്കാം. മൊത്തം കൂട്ടിയാല് 100 അല്ലേ. അപ്പൊ x1ഉം x4ഉം കൂട്ടിയാലും x2ഉം x3ഉം കൂട്ടിയാലും എത്ര കിട്ടാ മൊത്തം 300നെ 2 ഗ്രൂപ്പ് ആക്കും. 300/2 150 അല്ലെ. അപ്പൊ ഇത് മാത്രം ഇതാ x1ലേക്ക് x4 കൂട്ടി നോക്കാം. അപ്പൊ നമുക്ക് കിട്ടും എത്ര 150. ഇതും കൂട്ടിയാ 150. ഇവനെ നമുക്കറിയാം ഇത് 30 അല്ലേ. അപ്പൊ 30 + x4 ഈക്വൽ ടു 150. 30 അങ്ങോട്ട് കൊണ്ടേക്കാം. x4 ഈക്വൽ ടു 150 മൈനസ് 30 എത്ര 120. ആരാ 120 നാലാമത്തെ ആളെ കിട്ടി 120.
അപ്പൊ ഇതും കിട്ടി ഇതും കിട്ടി എന്നർത്ഥം. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാവും? അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാവും. 30 അറിയില്ല, ഇതും അറിയില്ല, ഇതും. ഓക്കെ, എത്ര കിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇത്ര അറിയാം. ഇത് കൂട്ടിയാൽ 150, ഇത് കൂട്ടിയാൽ 150 അതായത് 100 കഴിയുമ്പോൾ വെറുതെ കൊടുക്കണ്ട, 130 രൂപ വെറുതെ കൊടുക്കണ്ട, 145 5 അങ്ങനെ വെറുതെ 150 കാര്യമില്ല. ഇനി ഇവിടെ നമ്മളല്ല തീരുമാനിക്കും, ഇനി ഇവർ തീരുമാനിക്കും. ഇവര് വെച്ചിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കാണാം, അതിനനുസരിച്ച് ഇവർ ചെയ്യും കേട്ടോ. ആദ്യത്തെ ആള് പറയാ, നാലാമത്തെ ആള് പറയാം. എങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം? നാലാമത്തെ ആളിൽ നിന്ന് ഒന്നാമത്തെ ആളെ കുറക്കുക ബൈ 4 - 1 അല്ലേ? നാലാമത്തെ ആള് 120 അല്ലേ? അതിന് ഒന്നാമത്തെ ആള് 30 കുറക്കുക. 4 - 1 എത്ര? അത് 3 ആണ്. താഴെ 3 ആണ്. ഇത് കുറച്ച് നോക്കാം. 90. 90/3 എത്ര? 30. പൊതു വ്യത്യാസം 30 ആണ് എന്നർത്ഥം. 30 മനസ്സിലായി, 120 അറിയാം. ഇവിടുത്തെ രണ്ടാളെ പറഞ്ഞ പൊതു വ്യത്യാസം 30 അല്ലേ? 30 കൂട്ടിക്കോ. ഈ കൂപ്പിടുമ്പോ 60, ഐ കൂപ്പിടുമ്പോ 90, ഐ കൂപ്പിടുമ്പോ 120. ഇത് കൂട്ടിയാക്കാൻ 150. അപ്പൊ അതാണ് എന്ത്? ആ സമാന്തര ശൈലി. ആദ്യത്തെ 3 പദങ്ങളല്ലേ ചോദിച്ചേ? അത് സമാന്തര ശൈലി ഇങ്ങനെ എഴുതിക്കോ. ആദ്യത്തെ 3 പദങ്ങൾ ഇറങ്ങാണ്ട് ഫസ്റ്റ് 3 ടേംസ് പറഞ്ഞാൽ ഇങ്ങനെയും പറ്റും. ഇനി വേറെ മാർഗത്തിൽ പറയാം. ഇരട്ട സംഖ്യ ആകുമ്പോൾ മറ്റൊരു മാർഗം കൂടി കേട്ടോ, രണ്ടും അറിഞ്ഞു നോക്കുന്നതാണ്. ഇത് മൊത്തം കൂട്ടി എത്ര കിട്ടാ? 300 അല്ലെ? 4 എണ്ണം 6 എണ്ണം 8 എണ്ണൊക്കെയാണ്. ഇരട്ടിയാണെങ്കിൽ ഈ മാർഗങ്ങളൊക്കെ നല്ല 2 മാർഗങ്ങളുണ്ട് കേട്ടോ. ഒറ്റയാണെങ്കിൽ പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പദം കിട്ടും. മിഡിൽ ടേം 4 പദങ്ങളുടെ തുകയല്ലേ 300. അതിൽ ആദ്യ പദം 30 ആണ്. 4 പാടെ കൂട്ടിയാ 300. ഇത് മാത്രം 30. അപ്പൊ ഈ 3 എണ്ണം കൂട്ടി എത്ര? 4 പാടെ കൂട്ടിയ 300 ഇത് മാത്രം 30 ആവുമ്പോ ഇത് കൂട്ടിയ 270 ആവില്ലേ? എന്നാലും 270 30 300 ആവുള്ളൂ. അപ്പൊ ഏതാ 270? 300 30 കുറച്ചാൽ 300 30 കുറച്ച് 270 കിട്ടും അല്ലെ? ഇത് 3 കൂട്ടിയല്ലേ? ആരൊക്കെയാണ്? x2 x3 x4 ഇത് 3 കൂട്ടിയതാണ് എത്ര? 270. അപ്പൊ ഇവരുടെ തുക എത്ര? ഇവരുടെ തുക എത്രയാണ്? 270 അല്ലെ? 270 3 എണ്ണല്ലേ? 3 കൊണ്ട് ഹരിച്ചാൽ നടുത്ത ആളെ കിട്ടും. ആരെ നടുത്ത ആള്? മൂന്നാമത്തെ പദം x3. അപ്പൊ x3 ഈക്വൽ 27 എത്ര? 3 9. അപ്പൊ 270 90. അപ്പൊ മൂന്നാമത്തെ പദം കിട്ടി 90. ആദ്യത്തെ പദം 30, 2 അറിയില്ല, പിന്നെ 90 ആണ്, പിന്നെ അറിയില്ല. ഇത് വെച്ചിട്ട് എങ്ങനെ ഇത് കാണാം? 2 മട കൂട്ടി പൗതിരുത്താൽ മതി അല്ലേ? 90 30 കൂട്ടിയാൽ 120, 120 പൗതി 60. അപ്പൊ അത് കിട്ടി 60. ഇനി ഇങ്ങനെ വായിച്ചു നോക്കാം. 30 60 90 30 കൂടും. അപ്പൊ അടുത്തും കൂടി കൂട്ടിയേക്കാം 120. ഇത് നമ്മൾ ആദ്യത്തെ ടീം തന്നെയാണ്. 2 കൂട്ടിയാൽ 150, ഇത് 2 കൂട്ടിയാൽ 150. സമാന ശ്രേണിയായി. ആദ്യത്തെ 3 പദങ്ങൾ വെച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ശ്രേണിയാണ്, സീക്വൻസ് ആണ് ചോദിക്കുമെങ്കിലോ കോമറ്റ് എക്സെപ്റ്റ് കൊടുത്താൽ മതി. അടുത്ത ദിവസം ആദ്യ പദം 30. ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് 300. സമാന ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളെ ഫസ്റ്റ് ടേം 30. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. റൈറ്റ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് എലിമെന്റ് സീക്വൻസ്. ആദ്യ പദം 30 തന്നെ മാറ്റില്ല. ആദ്യം 3 പദങ്ങൾ കൂട്ടിയാൽ 300 ചെയ്തു. പിന്നെ 4 പദങ്ങൾ കൂട്ടിയാൽ 300. ഇപ്പൊ 5 പദങ്ങൾ കൂട്ടിയാൽ 300. അപ്പൊ ആദ്യത്തെ ആള് 30 ആണ്. പിന്നത്തെ ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടു. ഓക്കെ, നമ്മൾ അറിവിൽ ഇപ്പൊ എങ്ങനെയാണ്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ് നമുക്കറിയാം? 300 അല്ലേ? ഇത് ഒറ്റ സംഖ്യയാണ്. ആ 5 പദങ്ങൾ തുക 5 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം നടുവത്തെ പദം കിട്ടും. ആരാ? 5 ആളെ നടു അല്ലേ? മൂന്നാമത്തെ പദം 300/5 എത്ര? 30 എത്ര? 5 പിന്നെ ഒരു 0 കൊടുക്കുക 60. അപ്പൊ മൂന്നാമത്തെ ഇവിടെ 60 ആണെന്ന് അറിയാം. അപ്പൊ ഇത് കിട്ടി 30 കിട്ടി. പിന്നത്തെ അറിയില്ല, പിന്നെ 60 ആണ്, പിന്നെ ഇതൊന്നും അറിയില്ല. ഇങ്ങനെ കിട്ടി. ഇത്രയും നമുക്കറിയാം കേട്ടോ. 30ഉം മൂന്നാമതോ പറയാം ഒന്നാമതോ 30 60 ആണെങ്കിൽ ഇത് എത്രയ്ക്കണം? കൂട്ടീന്റെ പകുതി 90ന്റെ പകുതി 45. അപ്പൊ ഇത് 45 ആണ്. ഇതിങ്ങനെ 15 കൂട്ടിയാൽ 15. ഇതിക്ക് 15 കൂട്ടുമ്പോ 75. ഇതിക്ക് 15 കൂട്ടുമ്പോ 90. ഇതൊക്കെ കൂട്ടിയൊക്കെ 300 ആണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ 5 പദം. ആദ്യത്തെ 3 പദങ്ങളാണ് ചോദിച്ചത്. ചെയ്ത ശ്രേണി ഇതാ പറഞ്ഞാൽ കോമറ്റ് എക്സെപ്റ്റ്. ഓക്കെ, അടുത്ത ദിവസം ഫസ്റ്റ് ടേം 30. സം ഓഫ് ഫസ്റ്റ് 6 ടേം ഈസ് 300. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് എലിമെന്റ് സീക്വൻസ്. ആദ്യ പദം 30. ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണ് 300.
എങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളെ ആദ്യ പദം 30, 2, 3, 4, 5, 6 ഒന്നും അറിയില്ല. ഓക്കെ, ഇനി ഇവിടെ എന്താ 300? ആദ്യത്തെ 6 പദങ്ങൾ. ആദ്യത്തെ 6 പദങ്ങളുടെ തുക 6 പദങ്ങളുടെ തുക 6 കൊണ്ട് വെച്ചാൽ നടുവ് കിട്ടൂല. 6 ഒറ്റ സംഖ്യ അല്ല അല്ലെ? എങ്കിൽ നമുക്ക് ജോഡിയാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മൊത്തം കൂട്ടിയാൽ 300 ആണ്. ഇത് മാത്രം 30 ആണെങ്കിൽ ഇത് കൂട്ടി എത്ര കിട്ടുക? 270 അല്ലെ? ആ 270 നമുക്ക് ഇവരുടെ നടുവിനെ കാണാം. അങ്ങനെ പറ്റും. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാം. ഇരട്ട സംഖ്യ ആവുമ്പോ അങ്ങനെ അറിയില്ല. നോക്കാം, ഇത് മൊത്തം കൂട്ടിയാൽ 270 ആണ്. സോറി, ഇത് മൊത്തം കൂട്ടിയാല് 300, ഇത് മാത്രം 30. അപ്പൊ ഇത് കൂട്ടി 270 ആണ് അല്ലെ? അപ്പൊ എന്താ 270? എങ്ങനെ കിട്ടാ? 300-ന് 30 കുറച്ചാ 270. അത് എവിടെ മുതലാ? x2, x3, x4, x5, x6 ഇത്രയും ആളുകൾ കൂട്ടിയതാണ് 270. ഇത് കൂട്ടിയ 270 അല്ലെ? ഇത് തുക 270. ഇത് എത്ര ആളുണ്ട്? 5 ആള്. അപ്പൊ 5 കൊണ്ട് വെച്ചാൽ നടുവത്തെ ആളെ കിട്ടൂലേ? ആരാ നടുവത്തെ ആള്? 4ാമത്തെ ആള് കിട്ടും. 27/5 54 4ാമത് 54. അപ്പൊ ഇത് കിട്ടിയതാണ്. അപ്പൊ 30 കിട്ടി അറിയാം. x2 x3 അറിയില്ല. പിന്നെ നമുക്കറിയുന്നതാ 54ആണ്. പിന്നെ x5 അറിയില്ല, x6 ഒന്നും അറിയില്ല. ഇതും വെച്ചിട്ട് എങ്ങനെയാണ് കാണാം? ആദ്യത്തെ ആളും 4ാമത്തെ ആളും വെച്ച എങ്ങനെ പൊതു വ്യത്യാസം കാണാം? 4ാമത്തെ സംഖ്യന് ആദ്യത്തെ സംഖ്യ കുറക്കുക. ബൈ 4 - 1. ഇത് കുറച്ച് നോക്കാം. 24/3 അല്ലെ? 8. പൊതു വ്യത്യാസം 8 ആണ്. അപ്പൊ ഇവിടെ 8 ഇങ്ങനെ കൂട്ടി കൊടുത്തോക്കാം. ആൻസർ ആവും 30 ആണ്ടോ? 38 38 46 അല്ലെ? 38 46 46 8 54 8 62 8 70 1 2 3 4 5 6 അങ്ങനെ പോകും. ഇതാണ് ആ 6 പദങ്ങൾ. ആദ്യത്തെ 3 പദങ്ങളാ ചോദിച്ചെങ്കിൽ തരിക മതി. ശ്രേണിയാണെങ്കിൽ ഇങ്ങനെ ഇത് കൂട്ടി വെക്കാം. ഇത് കൂട്ടിയാൽ 300 കിട്ടും. കൂട്ടിയേക്കാം നമുക്ക്. ഇത് 70, ഇതും അപ്പൊ എത്രയായി? 100 നടന്നുണ്ട് കേട്ടോ. ഇത് വേറെ ഒരു 100 ഇത് മറ്റൊരു 100. അങ്ങനെ 300 നമ്മൾ പറഞ്ഞു ആദ്യത്തെ 4 പദങ്ങൾ തുകയില് 2 അറ്റത്തുള്ള കൂട്ടിയാലും ഇത് കൂട്ടിയാലും സെയിം. ഇതേമാതിരി തന്നെ ആദ്യത്തെ 6 പദങ്ങൾ എടുത്താൽ ആദ്യത്തതും 6ാമത്തവും കൂട്ടിയാലും 2ാമത്തതും 5ാമത്തവും കൂട്ടിയാലും 3ാമത്തവും 4ാമത്തവും കൂട്ടിയാലും ഒരേ ഉത്തരം കിട്ടും. നമുക്ക് മറ്റേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് ആൻസർ കേട്ടോ. ഇനി ഇതിനെ മറ്റു മെത്തേഡ് ചെയ്യണം. ഇരട്ട സംഖ്യ ആവുമ്പോൾ നമുക്ക് മറ്റേ മെത്തേഡ് എടുക്കാം. മൊത്തം കൂട്ടിയാല് ആദ്യത്തെ 6 കൂട്ടിയാല് 300 ആണ് അല്ലെ? 1ാമത്തെ ആളും 6ാമത്തെ ആളും കൂട്ടിയാൽ എത്രയാണോ അത് തന്നെയാണ് 2ാമത്തെ സംഖ്യയും 5ാമത്തെ സംഖ്യയും കൂട്ടും. ഈ സഫിക്സ് നോക്കാം. 1 7 തന്നെ പോകണ്ടത്. ഇതിന് 7 ഇങ്ങനെ കൊടുത്താൽ ഒക്കെ സെയിം ആയിട്ട്. ഇനി 3ാമത്തെ ഇവിടെ ഒന്നും കൂട്ടി ഇവിടെ ഒന്ന് കുറക്കാം. 3ാമതും 4ാമതും. ഇനി ഇവിടെ ഒന്ന് കൂട്ടി കുറച്ച് നോക്കാം. അപ്പൊ ഇത് 4ാമതും 3ാമതും അത് തന്നെ വരിക. ഈ 6ണത്തിനെ 3 ഗ്രൂപ്പാക്കാം. 3 ജോഡികൾ. ഇതിനൊക്കെ ഉത്തരം സെയിം ആണ്. മാത്രല്ല 3 ഗ്രൂപ്പില്ലേ? മൊത്തം കൂട്ടിയാൽ 300 അല്ലേ? അപ്പൊ ഓരോന്ന് എത്ര ഉണ്ടാവും? ഓരോന്നും 300/3 100 വീതം ഉണ്ടാവും. ഇതിന്റെ ആൻസർ 100. ഇത് രണ്ടും കൂട്ടിയാൽ 100, ഇത് രണ്ടും കൂട്ടിയാൽ 100, ഇത് രണ്ടും കൂട്ടിയാൽ 100. നേരത്തെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെ ഓരോ ഗ്രൂപ്പും 100. 3 ജോഡികളാണ്. അതുകൊണ്ടാണ് ബൈ 3 ചെയ്തത്. 2 ജോഡികളെങ്കിൽ ബൈ 2 ചെയ്യും കേട്ടോ. നേരത്തെ നമ്മൾ ബൈ 2 ചെയ്തത്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 100 ആണ്. ഇത് കൂട്ടിയാൽ 100 ആണ്. ഇതൊക്കെ കൂട്ടിയാൽ 100 ആണ്. ഇത് നമുക്ക് x1 x2 x3 x4 x5 x6 ഏതെങ്കിലും അറിയോ? x1 അറിയില്ലേ? അപ്പൊ ഈ x1 വരെ ഇത് കിട്ടും. ഈ x1ഉം x6ഉം കൂട്ടി എത്ര കിട്ടുക? അതിന്റെ ഉത്തരം 100 അല്ലേ? ആദ്യത്തെ ആള് 6ാമത്തെ ആളും കൂട്ടിയ 100 ആണ്. ഇത് 100 അതൊക്കെ 100 ആണ്. ഈ x1ന്റെ പകരം 30 കൊടുത്തൊക്കെ അവിടെ. അപ്പൊ 30 + x6
ഈക്വൽ ടു 100. ഇനി 30 അങ്ങോട്ട് കൊണ്ടേക്കാം. അപ്പൊ x 6 കിട്ടുന്നത് 100 മൈനസ് 30 കിട്ടും അല്ലെ. 100 മൈനസ് 30 എത്ര വരിക? 70. അപ്പൊ ആര് കിട്ടി? ആറാം പദം 70 കിട്ടും. അപ്പൊ ഈ പദം കിട്ടിയത് അർത്ഥം ഇത് 70 കിട്ടും. ഓക്കെ. ഇനി എങ്ങനെ ബാക്കി ഫില്ല് ചെയ്യണമെങ്കിൽ കോമൺ ഡിഫറൻസ് കാണണ്ടേ? എങ്ങനെ കാണാം? 70 30 വെക്കാം. ഇത് ആറാമത്തെ ആള്, ഇത് ഒന്നാമത്തെ ആള്. 6 മൈനസ് 1 കേട്ടാ. ആറാമത് ഒന്നാമത്. ഈ 6 മൈനസ് 1 എത്ര? 5. 70 30 എത്ര? 40. 40 5 എത്ര? 8. 8 ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. അങ്ങനല്ലേ 48? 8 കൂട്ടിയേക്കാം. 30 8 38 46 54 62 70. ഇതാണ് സമാന്തര ശ്രേണി. ഓക്കെ. അടുത്ത ദിവസം ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കും. പ്രൂവ് ദാറ്റ് ഇൻ ദ arithmetic sequence first term 1/3 and the common difference 1/6 contains all the natural numbers. 1/3 തുടങ്ങണം. 1/6 വീതം ഇങ്ങനെ കൂട്ടി പോണ ആ ഒരു സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യ ഉണ്ടാവും എന്ന് തെളിയിക്കണം. ഇത് എഫ് ആണ് എന്ന് പറഞ്ഞാൽ x1 ആണ്. ഇത് ഡി ആണ്. ഇത് നമുക്ക് തന്നു. ഇത് എല്ലാ എണ്ണൽ സംഖ്യനും തെളിയിക്കണം. നമ്മളപ്പോ ഇതിന്റെ എക്സ്റ്റന്റ് കാണാം. nth ടേം എന്നാം പദം, ബീജഗണിത രൂപം, പൊതുരൂപം അല്ലെ, ആൾജിബ്ര എക്സ്പ്രഷൻ. എന്താ ഇക്വേഷന്? dn പ്ലസ് എഫ് മൈനസ് dn. എത്ര ഡി? ഇതല്ലേ ഡി. dn എഫ് മൈനസ് ഡി. ഏതാ എഫ്? ഇതായ മൈനസ് ഏതാ ഡി? ഈക്വൽ ടു 1/6 തന്നെ നടക്കട്ടെ. ഇത് ക്രോസ് ചെയ്യാം അല്ലെങ്കിൽ LCM എടുക്കാം. ക്രോസ് ചെയ്ത് നോക്കാം. 6 മൈനസ് 3 അല്ലേ. താഴെ 18 1/6 തന്നെ. ഇത് എത്ര? 3/18 അല്ലേ. 3/8 ഈക്വൽ ടു 1/6. ഇതിന് 1/6 എഴുതാം. 3/18 3 കൊണ്ട് കെട്ടിയൊക്കെ 1/6 അല്ലേ. LCM എടുത്തുകണ അങ്ങനെ തന്നെ വരും. LCM 6 എടുത്തുകണെങ്കിൽ അപ്പൊ 2 മൈനസ് 1/6. ഇതൊന്നും /6 എന്തായാലും /6. അപ്പൊ നമുക്ക് മൊത്തം /6 എഴുതാം. ഇനി എന്താ ഉള്ളത്? 1n+1. 1n+1 എന്ന് പറഞ്ഞാ അത് n+1. അപ്പൊ നമുക്ക് xn എങ്ങനെ കിട്ടും? xn ഈക്വൽ ടു n+1/6. 1 കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ കിട്ടും, 2 കൊടുത്താൽ രണ്ടാമത്തെ, 3 കൊടുത്താൽ മൂന്നാമത്തെ, എല്ലാ ടേമും ഇതിനൊന്ന് കിട്ടും. ഇപ്പൊ 1 കൊടുത്തു നോക്കാം നമുക്ക്. x1 ഈക്വൽ ടു ഇവിടെ 1 കൊടുത്തോക്കാം. 1+1/6 എത്ര? 2/6. 2/6 അല്ലെ. ഈ 2/6 ആണെന്ന് ശരിക്കും പൗതി പോലത്തെ 1/3 ആണ്. ഇതല്ലേ നമ്മളെ ഫസ്റ്റ് ടേം. ഈ 1/3 2/6 കേട്ടോ. ചെറുതാക്കണം. x2 ആണെങ്കിലോ ഇവിടെ 2 കൊടുത്തോക്കാം. അപ്പൊ ഇത് 3 അല്ലേ. 3/6 വരും. ഇത് 1/2 അതെ. വേണ്ട ആണോട്ടെ. x3 ആണെങ്കിലോ 1 ആണെങ്കിൽ 2/2 ആണെങ്കിൽ 3/3 ആണെങ്കിലോ 4/6. അപ്പൊ നമ്മളെ സീക്വൻസ് ഇങ്ങനെ 2/6 3/6 4/6 5/6. അടുത്ത തരാം. അടുത്ത 6/6 വരും അല്ലെ. ഈ 6/6 എത്ര? 1 ആണ്. അപ്പൊ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ കിട്ടിയില്ല. ലാസ്റ്റ് നമ്പർ കിട്ടില്ലേ. പിന്നെ ഒക്കെ 2 3 4 ഒക്കെ മുകളിലെ എണ്ണൽ സംഖ്യയാണ്. /6 താഴെ. അപ്പൊ 6/6 വരുമ്പോ അത് 1 ആയി മാറും. അപ്പൊ 1 എന്ന എണ്ണൽ സംഖ്യ കിട്ടും. പിന്നെ 7 8 9 10 11 കഴിഞ്ഞാൽ 12/6 വരില്ലേ. 12/6 എത്ര? 12/6 അത് 2. പിന്നെ കുറേ പോയി 18/6 ഇല്ലേ. അപ്പൊ നമുക്ക് 3 കിട്ടും. 24/6 4 എല്ലാം വരും. എന്ന് പറഞ്ഞാല് ഇതിന്റെ മുകളിൽ എത്ര? n+1 ആണ്. ഇത് 6 ആവണമെങ്കിൽ എത്ര കൊടുക്കണം? 5 കൊടുക്കണം. ഇത് 5 കൊടുത്താൽ അഞ്ചാമത്തെ ആള് 1 2 3 4 അഞ്ചാമത്തെ ആൾ 6/6 കിട്ടാം. 1 കിട്ടും. ഇതിന് 5 കൊടുത്താൽ അപ്പൊ അത് 5+1 6 ആവൂലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6/6 എന്ന ഒന്നാമത്തെ കിട്ടും. 5 കൊടുത്താൽ എന്നിന് കേട്ടോ. എന്നിന് 5 കൊടുത്താൽ ശരി. പിന്നെ എത്ര കൊടുക്കണോ? ഇത് 12 ആണെങ്കിൽ 6ന്റെ മൾട്ടിപ്പിളിന്റെ 1 ഇപ്പുറം. 6ന്റെ മൾട്ടിപ്പിൾ 6 ആണ്. എന്നൊന്ന് കുറച്ച് 5. പിന്നെ 12 അല്ലേ. എന്നൊന്ന് കുറച്ച് നോക്കാം. 11 കൊടുത്തോക്കാം. എന്നിന് 11 കൊടുത്തോക്കാം. അപ്പൊ 11 + 1 12/6 2 ഇല്ലേ. അപ്പൊ 11 കൊടുത്താൽ ശരി. 6ന്റെ മൾട്ടിപ്പിളിന്റെ 1 കുറച്ചാൽ മതി.
18 എല്ലാവരും മൾട്ടിപ്ലൈ 17 കൊടുത്തൊക്കെ ഇവിടെ 17 പ്ലസ് 40 18 അല്ലേ. എന്നിന് ഈ വിലകൾ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് മുകളിൽ 6 മൾട്ടിപ്പിൾസിന് കിട്ടും. അപ്പൊ അതിനൊക്കെ ബൈ 6 ചെയ്യുമ്പോൾ കറക്റ്റ് 1 2 3 4 കിട്ടും. സോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ദ നാച്ചുറൽ നമ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 സമാന്തര ശ്രേണി എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കും. Prove that the arithmetic sequence with the first term 1/3 and common difference 2/3 contains all the odd numbers but no even numbers. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ആള് 1/3 ആണ്. പിന്നെ എത്ര വീതം കൂടാ? 2/3 വീതം അങ്ങനെ കൂടുകയാണ്. അപ്പൊ സീക്വൻസ് നമുക്ക് വെറുതെ എഴുതി നോക്കാം. 1/3 ഇതിക്ക് 2/3 കൂട്ടി എന്താ സംഭവിക്കുക? 2 കൂട്ടുമ്പോ /3 ആണ്. അതുകൊണ്ട് /3 അതുപോലെ ഇട്ട് പോയാൽ മതി. എല്ലാത്തിലും /3 ആണ്. 1/3 തുടങ്ങാം. 2/3 കൂട്ടിക്കുക. അതിക്ക് 2/3 3/3 വരും. ഇത് കൂട്ടുമ്പോ 5/3 7/3 9/3 11/3 അങ്ങനെ പോകും. മുകളിൽ ഓഡ് നമ്പേഴ്സുകൾ വരും, താഴെ ഫുള്ളും 3 ആയിരുന്നു. ഇതിലെല്ലാ ഒറ്റ സംഖ്യ ഉണ്ട്, എല്ലാം ഒറ്റ ഇരട്ടി ഉണ്ടാവില്ല. കണ്ടോ? 3/3 ഒന്നിനെ കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് 3നെ കാണാം, 2നെ കാണില്ല. 9/3 കണ്ട 3നെ. 11 കഴിഞ്ഞാൽ 13 15/3 വരും. ഈ 15/3 എത്ര? 5 ആണ്. അപ്പൊ 1 3 5 7 എല്ലാം ഒറ്റ സംഖ്യ വരും. ഇരട്ട സംഖ്യ കാണില്ല. ഇരട്ട സംഖ്യ /3 ഇരട്ട സംഖ്യ എപ്പോഴും വരാ? എത്ര /3 ഇരട്ട സംഖ്യ ആവാം? 2 എപ്പോഴും വരാ? /3 6/3 വന്നാലല്ലേ 2 ആകുക. പിന്നെ 6 വരില്ലല്ലോ, മറ്റേ സംഖ്യ അല്ലേ. പിന്നെ അതേമാതിരി പിന്നെ 4 ആണെങ്കിൽ 12/3 വന്നാലോ? 12/3 ആണെങ്കിൽ കറക്റ്റ് 4, പക്ഷെ 12 മേലെ വരും അല്ലല്ലോ. പിന്നെ 6 വരും അല്ലേ. 18/3 വന്നാൽ കറക്റ്റ് 6, പക്ഷെ 18 മുകളിൽ വരുന്നില്ല. അപ്പൊ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ, പക്ഷെ പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ഇതിന്റെ nth ടേം എഴുതണം. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. എത്ര d? ഇതല്ലേ d? n. f മൈനസ് d ഇതല്ലേ f മൈനസ് ഏതാ d? 2/3 തന്നെ എഴുതാം. ഇതെത്ര വരാം? ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ കൊടുക്കാം. 1 മൈനസ് എത്ര? 1 മൈനസ് 2 1 ആണോ? മൈനസ് അല്ലേ. സോ ഇത് 2n/3 2n/3. ഇതിന് മൈനസ് 1/3 കൊടുക്കും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് /3 കൊടുക്കുക. മുകളിൽ എന്താ? 2n മൈനസ് 1. അപ്പൊ xn ഈക്വൽ ടു 2n മൈനസ് 1/3. ഈ 2n മൈനസ് 1ന്റെ പ്രത്യേകത എന്താ? /3 ആണെന്നുണ്ടോ? /3 വരും. എന്നിന് 1 കൊടുത്താൽ 2 കൊടുത്താലും 3 കൊടുത്താലൊക്കെ ഇത് ഓടാണെങ്കിലും ഈവൻ ആണെങ്കിലും ഒറ്റയാലും ഇരട്ടിയാലും 2 എന്ന നീക്കണം. ആ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ 2 ഗുണിച്ച് എന്ത് വരാ? ഇരട്ട സംഖ്യ. ഒരു സംഖ്യ 2 ഗുണിച്ച് ഇരട്ട സംഖ്യ വരാം. രണ്ടര സംഖ്യ 1 × 2 2ആണ്. 2 × 2 4 3 × 2 എത്ര × 2 വന്നാലും എണ്ണൽ സംഖ്യ ആണെങ്കിൽ എത്ര × 2 വന്നാലും അത് ഇരട്ട സംഖ്യക്ക് വരും. അപ്പൊ ഇതൊരു ഇരട്ട സംഖ്യയാണ്. n ഓടാണെങ്കിലും ഈവൻ ആണെങ്കിലും 2n എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഇതൊരു ഈവൻ ആണെങ്കിൽ ഈവനിൽ നിന്നും 1 കുറച്ചാൽ എപ്പോഴും നമുക്ക് ഓടാൻ കിട്ടും. 10 കൊടുത്തോക്കെ അവിടെ. അപ്പൊ അത് മൊത്തം നോക്കിയാൽ ഓട് നമ്പറാണ്. 10 × 2 20 അല്ലേ. -1 10. 7 കൊടുത്തോക്കാം. അപ്പൊ 2 14, പക്ഷെ 1 ഓർക്കുമ്പോ 13. കണ്ടാ? 2 കൊണ്ട് വിളിച്ച് ഇരട്ടിയായി. -1 ചെയ്യുമ്പോഴോ അത് ഒറ്റയ്ക്ക് ചാടി. സോ ഹിയർ 2n മൈനസ് 1 ഈസ് ഓഡ്. ഓക്കെ, ഇവിടുത്തെ ഇതിന്റെ അംശം എന്താണ്? 2n മൈനസ് 1 അല്ലേ. 2n മൈനസ് 1 എന്നുള്ളത് ഒറ്റ സംഖ്യകളാണ്. എല്ലാ ഒറ്റ സംഖ്യകളും വരുമ്പോൾ അവിടെ ഇരട്ട സംഖ്യ വരില്ല. അതുകൊണ്ട് ഈ ശ്രേണിയില് ഇരട്ട സംഖ്യകൾ ഉണ്ടാവില്ല. ഹിയർ 2n മൈനസ് 1 ഈസ് ഓഡ് നമ്പർ. You will not get any even number in the numerator. So this sequence contains all odd numbers but no even numbers. അടുത്ത ക്വസ്റ്റ്യൻ. 4 7 10 etc. എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കും. Prove that the squares of all terms in the arithmetic sequence 4 7 10 etc. belong to the sequence. ഇവിടെ 4 7 10 എത്ര? ഇവിടെ f എന്ന് പറഞ്ഞാൽ x1 എത്ര? 4. എത്ര കൂടിപ്പോണേ? കോമൺ ഡിഫറൻസ് എത്ര മക്കളെ? 3 അല്ലേ. ഇത് ഇങ്ങനെ പോയാൽ ഒരുപാട് ടേംസ് ഉണ്ട് അല്ലെ.
ഇതിന്റെ സ്ക്വയർ ഇതിലുണ്ടാവും, ഇവന്റെ സ്ക്വയറും അടുത്തവന്റെ സ്ക്വയർ എല്ലാവരുടെ സ്ക്വയറും ഇതിലുള്ള സംഖ്യന്റെ ഒക്കെ പദങ്ങളുടെ ഒക്കെ സ്ക്വയർ ആയി തന്നെ ഉണ്ടാവും എന്ന് പ്രൂവ് ചെയ്യണം. ഇത് കുറച്ചാണ് എഴുതിയേക്കാൻ ദൂരം. 10 കഴിഞ്ഞ എത്ര? 10 കഴിഞ്ഞ 13, 16, 19, 22 അല്ലേ? 22 കഴിഞ്ഞ 25, 28, 31, 34, 37, 40, 43, 46, 49 പോലെ 4 ഇതിലെ പദമല്ലേ? എന്നാ ഒരേ സ്ക്വയറും ഇതിലുണ്ടാവും. കണ്ടോ 4 സ്ക്വയർ. 7 ഇതിലുണ്ടല്ലോ, എന്നാ അതിന്റെ സ്ക്വയറിനെയും കാണാം. 10 ഇതിലുണ്ടല്ലോ, 10ന്റെ സ്ക്വയർ 100, കുറച്ച് ദൂരം പോയാൽ കാണും. 13 ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ 169 കാണാം. 16 ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ 256 ഇതിലുണ്ടാവും. 19 ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ 361 ഇതിലുണ്ടാവും. ഇതിലെ ഓരോ പദത്തിന്റെയും സ്ക്വയർ വീണ്ടും വീണ്ടും അതിൽ വരും. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്റെ സ്ക്വയർ 49 ഉണ്ട് അല്ലേ? ഇനി 49ന്റെ സ്ക്വയർ എത്രയാണ്? അതും ഇതിലുണ്ടോ. അതിന്റെ സ്ക്വയർ അതും ഇതിലുണ്ടോ. 10ന്റെ സ്ക്വയർ 100, 100ന്റെ സ്ക്വയർ എത്രയാണ്? അതും ഇതിലുണ്ടോ. അതിന്റെ സ്ക്വയർ ഇതിലെ എല്ലാ പദത്തിന്റെയും സ്ക്വയർ അതിൽ തന്നെ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യണം. കുറച്ച് എഴുതി നോക്കി നമുക്ക് കാണാം. അങ്ങനെ എഴുതിയില്ല, പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്റ്റെന്റ് കാണാം. ആൽജിബ്ര nth ടേം കാണാം. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് dn. ഇതല്ലേ d? f മൈനസ് ടി അറിയുമ്പോൾ എത്രയും ഇതല്ലേ f മൈനസ് ടി 3n 4 മൈനസ് ടി എത്ര? പ്ലസ് 1 അല്ലേ? സോ xn ഈക്വൽ ടു 3n പ്ലസ് 1. ഈ എക്സ്റ്റെന്റിൽ നിന്നും ഒരുപാട് കാര്യം മനസ്സിലാക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ എന്താ? എന്നിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം അല്ലെ? എന്റെ ഹൈഡ് ചെയ്ത് നോക്കാം. എന്താ കാണുന്നത്? 3 പ്ലസ് 1 അത് എത്ര? 3 പ്ലസ് 1 4. അതായിരിക്കും ആദ്യപ്പെട്ട അല്ലെ? എത്ര നമുക്കറിയാം. എന്നാൽ മറ്റു കാര്യം കൂടെ മനസ്സിലാക്കാം. ഇതിലെ പദങ്ങള് 3n പ്ലസ് 1 ആണെങ്കിൽ പദങ്ങളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം ഇവിടെ നമ്മളെ വരും. 3n പ്ലസ് 1 3n ആണെങ്കിൽ xn ഈക്വൽ ടു 3n. ഇതാണ് എങ്കിൽ നമ്മുടെ സീക്വൻസ് എങ്ങനെയാണ്? 3n ആണ് 3ന്റെ മൾട്ടിപ്പിൾ 3, 6, 9 എക്സെട്ര. xn ഈക്വൽ ടു 4n ആണെങ്കിലോ അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ 4, 8, 12 എക്സെട്ര. 3n പ്ലസ് 1 ആണെങ്കിലോ 3ന്റെ മൾട്ടിപ്പിളിന്റെ 1 അക്കം 3, 6, 9 വരുന്ന കൂട്ടുക 3, 6, 9 വരുന്ന കൂട്ടുമ്പോ 4, 7, 10 3ന്റെ ഗുണത്തിന്റെ 1 അക്കം. അപ്പോ ഈ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. xn equal to 3n plus 1, which means all the terms divided by the common difference 3, we will get the remainder 1. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന പദങ്ങൾ എല്ലാവരും ഇതിലുണ്ടാവും. ഇതിലെ പദങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ് കിട്ടുക. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്നവരൊക്കെ ഈ ശ്രേണിയിൽ ഉണ്ടാവും. 3ന്റെ ഗുണത്തിന് 1 ആക്കണം. 3ന്റെ ഗുണമല്ലേ 30 എങ്കിൽ 30ന്റെ അപ്പുറത്തെ ആൾ ഇതിലുണ്ടാവും. 31 ഉണ്ട്. 45 3ന്റെ മൾട്ടിപ്പിളാ എങ്കിൽ അതിന്റെ അപ്പുറത്തെ ആൾ 46 ഇതിലുണ്ടാവും. 90 3ന്റെ മൾട്ടിപ്പിളാ അതിന്റെ അപ്പുറത്തെ ആൾ ഇതിലുണ്ടാവും. 99 3ന്റെ മൾട്ടിപ്പിളാ അപ്പൊ 99ന്റെ അപ്പുറത്ത് 100 ഇതിലുണ്ടാവും. ഈ ശ്രേണിയിലെ പദങ്ങളുടെ പ്രത്യേകത ഇവരൊക്കെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 തരുന്നവർ. 3 കൊണ്ട് ചെയ്താൽ ഹരിച്ചാൽ ശിഷ്ടം 1 തരുന്ന ആളുകളൊക്കെ ഈ ശ്രേണിയിൽ ഉണ്ടാവും. ഓക്കെ. So all the terms which give remainder 1 on division by the common difference 3 contains this sequence. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 തരുന്നവരൊക്കെ ഈ സീക്വൻസ് ഉണ്ടാവും. 3 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 1, 3 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഒരു സംഖ്യ 3ന്റെ മൾട്ടിപ്പിളാ. പ്ലസ് 1 അറിയുമ്പോ 3ന്റെ മൾട്ടിപ്പിളിന്റെ അപ്പുറത്താണത്. 3 ഇൻറ്റു ഒരു സംഖ്യ 3ന്റെ 8 എത്ര? 24 പ്ലസ് 1 25 അതിലുണ്ടാവും. 3ന്റെ 6 എത്ര? 18 പ്ലസ് 1 19 അതിലുണ്ടാവും. 3ന്റെ 5 15 അല്ലേ? അപ്പൊ പ്ലസ് 1 16 ഉണ്ടാവും. 3 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 1 എന്ന രൂപത്തിലുള്ള ആളുകളൊക്കെ ഈ ശ്രേണിയിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യട്ടോ. ഇതിന്റെ സ്ക്വയർ ഇതിലുണ്ട്, കണ്ടു, ഇവന്റെ കണ്ടു എല്ലാവരും താഴെ നടക്കൂല. ഇത്രനാലും പദങ്ങളുണ്ട് പിന്നെ. അപ്പോ ഏതൊരു പദവും ആവാനും ആർക്ക് കഴിയും? ഇതിന് കഴിയും. ഇതിന് 1 ഒന്നാമതാവും, 2 രണ്ടാമത്, 3 ഏത് പദവും ആവാൻ ഇവന് കഴിയും. ഇപ്പൊ ഞാൻ തൊട്ടുകള ഏതാ? ഒന്നാമത്തെ 10 മാത്രമാണ്. അതിന്റെ സ്ക്വയറിനെ കാണാം. ഇത് രണ്ടാമത്തെ മാത്രമാണ്, മൂന്നാമത്തെ മാത്രം. ഇതിനെല്ലാത്തിനും മൊത്തം തൊടാൻ പറ്റില്ല. എല്ലാ സംഖ്യയും നമുക്ക് ഒറ്റടിക്ക് തൊടാൻ പറ്റില്ലല്ലോ. പറ്റും. ഇതാ ഞാൻ പേയ്മെന്റ് തൊട്ടുകളെ 1 തൊട്ടുകളെ 2 ഒറ്റ വെള്ളം കൊണ്ട് മൊത്തം തൊടാൻ പറ്റും. എന്നെ 1 തൊട്ട് ഒന്നാമത്തെ ആൾ തൊട്ടുന്നല്ലേ?
2 കൊടുത്തതല്ലേ, ഇവൻ ഇതാകും എപ്പ 3 കൊടുത്താൽ, ഇവൻ ഇതാകും എപ്പ 4 കൊടുത്താൽ. അപ്പൊ ഇതിമാൻ തൊട്ടാൽ നമ്മൾ ഏത് ഭാഗത്തുമ്പോ തൊട്ടു? ആ കംപ്ലീറ്റ് ടേംസിൽ നമ്മൾ തൊട്ടിക്കണം. അതാണ് ഈ എന്ത് ടേമിന്റെ പ്രത്യേകത. ഇവരുടെ എല്ലാവരും സ്ക്വയർ അതിലുണ്ട് തെളിയിക്കുന്നതിന് പകരം ഇവരെല്ലാവരും പറയുന്ന പകരം ഇതാണ് പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞാ മൊത്തം ഇവരുടെ ഒക്കെ സ്ക്വയർ ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന പകരം ഇതിന്റെ സ്ക്വയർ ഇതിലുണ്ട് പ്രൂവ് ചെയ്യാം. ഇതിന്റെ സ്ക്വയർ അതല്ല നമ്മൾ എക്സന്റെ സ്ക്വയർ കാണാം. എക്സന്റെ സ്ക്വയർ ഇവരെല്ലാവരും ആണ്. അപ്പൊ എല്ലാവരും സ്ക്വയർ കാണാൻ തുല്യമാവും. ഇതിന്റെ സ്ക്വയർ ഇതിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സന്റെ സ്ക്വയർ കാണാം കേട്ടോ. ഇതാണ് എക്സന് അതിന്റെ സ്ക്വയർ കാണാം. അതായത് ഏത് എക്സന് 3 ഇൻറ്റു ഒരു സംഖ്യ +1 എന്ന രൂപത്തിൽ വരുന്നവരൊക്കെ ഇതിലുണ്ടാവും എന്നല്ലേ പറഞ്ഞേ. നമുക്ക് നോക്കാം കേട്ടോ. ഇതിനെ ചെയ്തു വരിക 3 ഇൻറ്റു ഒരു സംഖ്യ +1 എന്ന രൂപത്തിലാണെങ്കിൽ ഇതിന്റെ സ്ക്വയറുകളൊക്കെ ഇതിലുണ്ടാവും. ഇതിന് a+b² എന്തിക്ക a² + 2ab + b². a² അതിന്റെ സ്ക്വയർ അല്ലേ, അതിന്റെ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു a ഇൻറ്റു b 2 ഇൻറ്റു a ഇൻറ്റു b പ്ലസ് b². a+b² a² ആദ്യം ചെയ്ത് b² അവസാനം. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം കൊടുത്തു, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം കൊടുത്തു. നടുവിലോ 2ab 2 ഇൻറ്റു ദിസ് 1 ഇൻറ്റു ദിസ് 1 3n² എന്താ 3ന്റെ സ്ക്വയർ n² രണ്ടിനും സെപ്പറേറ്റ് സ്ക്വയർ എടുക്കാം. 3ന്റെ സ്ക്വയർ 50, n-ന്റെ സ്ക്വയർ n². ഇതും മുച്ചോക്കാം. 1 3 2 6 6n അത്ര 3 6n കേട്ടോ. അതിന് 6n. പിന്നെ 1ന്റെ സ്ക്വയർ 1. ഇനി ഈ രണ്ടെണ്ണം നോക്ക്. +1 അടക്കട്ടെ. ഇത് 3 ഇൻറ്റു 3 ആണ്. ഇത് 2 ഇൻറ്റു 3. അപ്പൊ ഇതിലും 3 ഉണ്ട് കോമൺ ആയിട്ട്. അപ്പൊ 3 പുറത്ത് വെക്കുക. ഇവിടുന്ന് 3 പോകുന്ന ബാക്കി ഒരു 3 ഉണ്ട്, പിന്നെ n² ഉണ്ട്. ഇവിടുന്ന് 3 പോകുന്ന ബാക്കി 2 ഒരു n ഉണ്ട്. ഇത് ഉള്ളുകുഞ്ചോക്കാതെ കിട്ടാം 9n² + 6. ഇത് 3 ഇൻറ്റു ഒരു സംഖ്യ +1. ഇതൊരു സംഖ്യ എഴുതാം. എന്തൊരു സംഖ്യ +1 അതാ 3 ഇൻറ്റു ഒരു സാധനം +1. 3 ഇൻറ്റു ഒരു സാധനം +1 എന്ന് വന്നാൽ ഈ രൂപത്തിൽ വന്ന അല്ലെ വന്നില്ലേ. 3 ഇൻറ്റു k കൊടുത്തു +1. ഇത് 3n + 1 3ന്റെ മൾട്ടിപ്പിൾ 1 അപ്പുറത്താണ്. 3 ഇൻറ്റു ഒരു സാധനം +1 എന്ന രൂപത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ചെയ്തില്ലേ, ഇത് ഈ ശ്രേണിയിലുണ്ട്. 3 ഇൻറ്റു ഒരു സാധനം +1 എന്ന് വന്നാൽ അങ്ങനെ വരുന്നവരൊക്കെ ഈ ശ്രേണിയിൽ ഉണ്ടാവും. അപ്പൊ ഈ സാധനം ഈ ശ്രേണിയിലുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ക്വയർ ആണ്. അപ്പൊ എല്ലാവരും സ്ക്വയർ ഇതിലുണ്ട്. ഓക്കെ, സോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ്. അതുകൊണ്ട് ഈ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിലെ തന്നെ പദങ്ങളാണ്. അടുത്ത ദിവസം 5 8 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണ വർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് the arithmetic sequence 5 8 11 etc. contains no perfect squares. That's okay. 5 8 11 കുറച്ചുകൂടെ എഴുതി നോക്കാം. 3 വീതം കൂടില്ലേ. നമ്മൾ f എത്ര, x1 എത്ര 5, d എത്ര 3 അല്ലേ. 3 വീതം കൂട്ടിക്ക 11 കഴിഞ്ഞാൽ 14 ഇല്ല 3 കൂട്ടാം 17 20 etc. 20 23 26 27 അങ്ങനെ പോകും. ഈ പോണ പോക്കിലൊന്നും നമുക്ക് പൂർണ്ണ വർഗ്ഗങ്ങളെ കാണാൻ പറ്റില്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ? എന്നാൽ സംഖ്യന്റെ സ്ക്വയർ ഏതൊക്കെ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ 4, 9, 5ന്റെ 25 അല്ലെ, 4ന്റെ 16, 5ന്റെ 25, 6ന്റെ 36, 7ന്റെ 49, 8ന്റെ 64. അങ്ങനെയുള്ള 1 4 9 17 ഇവരെയാണ് എന്താ പറയാ പൂർണ്ണ വർഗ്ഗങ്ങൾ, പെർഫെക്റ്റ് സ്ക്വയർ. ഇങ്ങനെയുള്ള നമ്പർ ഒന്നും ഇതിൽ കാണൂല എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാണ്. എക്സാമ്പിൾ എഴുതി കുറേ എഴുതി കൊടുത്തിട്ട് ഇതിൽ കാണില്ല എന്ന് എഴുതി കാര്യം പ്രൂവ് ചെയ്യാനാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ nth ടേം കാണാം. dn + f - d എത്ര? f - d 5 - 3 അതുപോലെ ഇല്ല. എത്ര? 5 - 3 2. ഇതാണ് നമ്മൾ x. 3ന്റെ മൾട്ടിപ്പിളിന്റെ 2 അപ്പുറം വരട്ടെ. 3ന്റെ മൾട്ടിപ്പിൾ ആരാ? 3 6 9 12 എക്സെട്ര അല്ലേ. അതിലേക്കൊക്കെ 2 കൂട്ടി വരുന്ന ടീമാണ് 3 6. അപ്പൊ എത്ര? 3ക്ക് 2 കൂട്ടും കിട്ടൂലേ. 6ക്ക് 2 കൂട്ടും, 9ക്ക് 2 കൂട്ടും, അടുത്ത് 12ക്ക് 2 കൂട്ടും. കേട്ടോ, 3ന്റെ മൾട്ടിപ്പിളിന്റെ 2 അപ്പുറത്തവരാണ് കേട്ടോ. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്നത്. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്നവരെല്ലാവരും ഇതിലുണ്ടാവും. അങ്ങനത്തെ ഇതിലുണ്ടാവുള്ളൂ.
അപ്പൊ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്നവരെ ഇതിലുണ്ടാവുള്ളൂ. അങ്ങനെ 2 കിട്ടുന്നവരൊക്കെ ഇതിലുണ്ടാവുകയും ചെയ്യും. ഓക്കെ, 2 അല്ലാത്ത വേറെ ഏത് ശിഷ്ടം വന്നാലും അവർ ഇതിലുണ്ടാവും കേട്ടോ. When we divide all the terms by the common difference 3, we will get the remainder 2. Which means all the terms which give remainder 2 on division by 3 contain this sequence. 3 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടുന്ന എല്ലാ ആളുകളും ഈ സീക്വൻസ് ഉണ്ടാവും. ഇനി പെർഫെക്റ്റ് സ്ക്വയർ ഇല്ലാന്നല്ലേ? പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർസ്? 1, 4, 9, 16, 25, 36 അങ്ങനെ പോകും അല്ലെ? ഇവരൊന്നും ഇതിലില്ലാന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ സ്വഭാവം ഇല്ലാന്ന് തെളിയിച്ചാൽ മതി. ഇവരൊക്കെ 3 കൊണ്ട് ഹരിച്ചാൽ ശിക്ഷ 2 ആണെങ്കിൽ ഇത് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും. ഇതിനെ 3 കൊണ്ട് ഹരിച്ചു നോക്കണം നമുക്ക് കേട്ടോ. ഇതിനെ 3 കൊണ്ട് ഹരിച്ചിട്ടാ അപ്പൊ ഫുള്ള് 0 വരും. നമുക്ക് റിമൈൻഡർ വന്നത് ഇതിൽ എത്ര 3? ഒരു 3 ബാക്കി ഒന്നും. ഇതിലെത്ര 3? 3 ബാക്കിയില്ല. ഇതിലോ 15 വരെ പോലെ 3, 5, 15 ബാക്കി ഒന്ന്. ഇതിലോ 24 വരെ 3, 6, 4, 24 ബാക്കി ഒന്ന്. ഇതിലോ 36 റിമൈൻഡർ 0. 36, 49. 49നെ 3 വരെ വെച്ചോക്കാം ഇഷ്ടം. 48 വരെ 3 പോകും, ബാക്കി ഒന്ന്. അതായത് പൂർണ്ണവർഗങ്ങളെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഹരിച്ചാൽ 0 അല്ലെങ്കിൽ 1 ആണ് ശിഷ്ടം കിട്ടുക. 2 കിട്ടില്ല. 2 കിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ when we divide the perfect squares by 3, we will get the remainders either 0 or 1. പൂർണ്ണവർഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആണ് ശിഷ്ടം കിട്ടുക. 2 ശിഷ്ടമായി കിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണവർഗങ്ങളൊന്നും ഈ ശ്രേണിയിൽ ഉണ്ടാവില്ല. Therefore, this sequence contains no perfect squares. അടുത്ത ക്വസ്റ്റ്യൻ. അതായത് കുറച്ച് ശ്രേണികൾ പറയുന്നുണ്ട്. ആ ശ്രേണികൾ എഴുതിയിട്ട് അത് സമാന്തര ശ്രേണിയാണോ, അഡ്മിറ്റ് സീക്വൻസ് ആണോ, ആണ് എങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കാണും. അല്ലെ, അതിന്റെ കാരണം ഒക്കെ എഴുതുന്നു. ഒന്നാമത് സീക്വൻസ് ഓഫ് ഓൾ നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണി. ഏതാ ഒറ്റ സംഖ്യകളുടെ ശ്രേണി? ഒറ്റകൾ ഏതാ? 1, 3, 5 ഒക്കെ അല്ല. അപ്പൊ 1, 3, 5, 7, 9 എക്സെട്ര. ഇതാണ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. സമാന്തര ശ്രേണിയാണോ? എന്താ കാരണം? എത്ര കൂടി? 2. അതെന്നല്ലേ വീണ്ടും വീണ്ടും കൂടി അല്ലേ? അപ്പൊ അതെന്താണ്? ഇത് സമാന്തര ശ്രേണിയാണ്. കാരണം ഒരേ നമ്പർ തന്നെയാണ് കൂടി, 2 വീതം കൂടി പോകുന്നു, അല്ലെങ്കിൽ ഇതിന് പൊതു വ്യത്യാസം ഉണ്ട് അല്ലെ? This an arithmetic sequence because it has common difference അല്ലെ? അല്ലെങ്കിൽ 2 increases, ഒരേ നമ്പർ തന്നെ ഇൻക്രീസ് ചെയ്ത് പോകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ആരൊക്കെ ഇരട്ടകൾ? 2, 4, 6, 8, 10 എക്സെട്ര. സമാന്തര ശ്രേണി അല്ലേ? ഒരേ നമ്പറല്ലേ കൂടുന്നത്? സമാന്തര ശ്രേണിയാണ്. കാരണം ഒരേ നമ്പർ വീതം കൂടി പോകുന്നു, അല്ലെങ്കിൽ ഇതിന് പൊതുവായ ഒരു വ്യത്യാസമുണ്ട്. This is an sequence because it has common difference. അല്ലെങ്കിൽ the number 2 increases അല്ലെ? നമ്പർ 2 വീതം കൂടി പോകും. അടുത്തത് ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ദ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഒറ്റകളുടെ പകുതികളുടെ ശ്രേണിയാണ്. ഏതാ ഒറ്റകള്? 1, 3, 5, 7 അല്ലെ? അങ്ങനെ പോകും. പകുതി ബൈ 2 ചെയ്താൽ മതി. 1/2, 3/2, 5/2, 7/2 എക്സെട്ര. ഇതെങ്ങനെ സമാന്തര ശ്രേണി നമുക്ക് അരിതമെറ്റിക് കാണും? ഒന്നെങ്കിൽ അരിതമെറ്റിക്സിന്റെ ഡെസിമൽ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. 1/2 ആണെന്നാ 0.5, 3/2 1.5, ഇത് 2.5, ഇതോ 3.5. അര, 1.5, 2.5, 3.5 ആ ഓരോന്നും കൂടി പോകണല്ലേ? സമാന്തര ശ്രേണിയാണ്. കോമൺ ഡിഫറൻസ് 1 ആണ്. ഇതിന്റെയൊക്കെ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ വ്യത്യാസം ഒരേ നമ്പർ വീതം കൂടി പോകും. അതിന് സീക്വൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ്, ഏത് 2 പദങ്ങൾ തമ്മിൽ കുറച്ചാലും ഒരു സ്ഥിരസംഖ്യയാണ് ലഭിക്കുന്നത്. ഓക്കെ, മൂന്നാമത് കേട്ടോ. അത് 2ന്റെ കൃതികളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ന്റെ കൃതി 2^1, 2^2, 2^3, 2^4 അങ്ങനെ പോകും. അരിതമെറ്റിക് ആണ്. അങ്ങനെ നോക്കുക. അതിന്റെ കറക്റ്റ് വാല്യൂ 2^2 പറഞ്ഞാൽ അത്ര 2 ന് പ്രാവശ്യം
2 raised to 2 2 രണ്ട് പ്രാവശ്യം കൊടുക്കുക 2 into 2 4 ആണ്. 2 raised to 3 2 into 2 into 2 6 അല്ല 8 ആണ് കേട്ടോ. 8 പിന്നെ 16 ഡബിൾ എടുത്ത് ഇങ്ങനെ പോകും. ഇതിന്റെ ഡബിൾ അതിന്റെ ഡബിൾ രണ്ടുകൊണ്ട് കുളിച്ച് പോവാണ്. അതുകൊണ്ട് കാര്യമില്ല. എത്ര കൂടി നോക്കുക 2 ആ 2 അല്ല കൂടിക്കണം. അതുകൊണ്ട് ഇതെന്തല്ല ഇറ്റ്സ് നോട്ട് അരിത്മെറ്റിക് സീക്വൻസ്. എന്തല്ല സമാന്തര അല്ല. ഇതാണ് 2ന്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. ലാസ്റ്റ് എണ്ണൽ സംഖ്യയുടെ വിൽക്രമങ്ങളുടെ ശ്രേണി സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതൊക്കെ എണ്ണൽ സംഖ്യകൾ? അത് 1 2 3 4 എക്സ. വിൽക്രമങ്ങൾ എന്താ? വിൽക്രമം തിരിച്ചിടും മറിച്ചിടും അല്ലേ? ശരിക്കും 1/1 2/1 3/1 ഇതാണ് ശരിക്കും. അത് മറിച്ചിട്ട് നോക്കാം. ഒക്കെ 1 ആക്കി 1/1 നാച്ചുറൽ നമ്പർ മറിച്ചിടുക എന്ന് പറഞ്ഞാല് നാച്ചുറൽ നമ്പർ താഴെ കൂടെ ഇങ്ങനെ എഴുതി കൊടുത്തത്. മുകളിലൊക്കെ 1/. നാച്ചുറൽ നമ്പർ 1 2 3 4 അല്ലേ? 5 അല്ലേ? ഏതാ? അപ്പൊ 1/1 1/2 1/3 1/4 എക്സെട്ര. ഇത് അരിത്മെറ്റിക് ആണോ സമാന്തര ശ്രേണിയാണോ? അങ്ങനെ നോക്കുക. ഇതിന്റെ വാല്യൂ 1 ആണ്. 1/2 പറഞ്ഞേ 0.5. 1/3 ആകുമ്പോ 1 3 0.33 ഇതിലെ 1/4 എന്ന 0.25. 1 അരയായി. അര കുറഞ്ഞു. അതേ അര കുറഞ്ഞാലല്ലേ നമുക്ക് അരിത്മെറ്റിക് ആവുള്ളൂ. ആ അര കുറഞ്ഞ 0 അല്ലാവുക അല്ലേ? 1 അരയായി. അര കുറഞ്ഞപ്പോ ആയി. ഇതിന് അര കുറഞ്ഞ 0 വേണം. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് ആണ്. പക്ഷെ എന്തല്ല അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഒരേ നമ്പർ അല്ല കുറയുന്നത്. സമാന്തര ശ്രേണി അല്ല. ഇപ്പോ സമാന്തര ശ്രേണി ആണെങ്കിലാണ് അതിന് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം ഉണ്ടാകും. സമാന്തര ശ്രേണി അല്ലെങ്കിൽ അതിന് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം ഉണ്ടാകും. സമാന്തര ശ്രേണി ആണെങ്കിൽ അരിത്മെറ്റിക് ആണെങ്കിൽ നമുക്ക് എക്സെന്റ് കാണാം dn പ്ലസ് എഫ് മൈനസ് അല്ലേ? ഇനി അരിത്മെറ്റിക് അല്ലെങ്കിൽ നമുക്ക് എക്സെന്റ് കാണാം dn പ്ലസ് എഫ് മൈനസ് പറ്റില്ല. dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ആർക്കാ? കോമൺ ഡിഫറൻസ് ആർക്കുള്ളത്? അരിത്മെറ്റിക്കിനല്ലേ ഉള്ളൂ. അപ്പൊ അരിത്മെറ്റിക് ആണെങ്കിൽ എക്സെന്റ് കാണാൻ dn പ്ലസ് എഫ് മൈനസ് ചെയ്യാം. അരിത്മെറ്റിക് അല്ലെങ്കിൽ എങ്ങനെ എക്സെന്റ് കാണാം? എന്താ 2/1 2/2 2/3 2/4 അല്ലെങ്കിൽ 3/1 3/2 3/3 എക്സെന്റ്. ഇതൊന്നും അരിത്മെറ്റിക് അല്ല. അതുകൊണ്ട് എക്സെന്റ് dn പ്ലസ് എഫ് മൈനസ് ടി പറ്റില്ല. എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണോ? 1 കൊടുത്ത ഒന്നാമത്തെ, 2 കൊടുത്ത രണ്ടാമത്തെ, 3 കൊടുത്ത മൂന്നാമത്തെ. അങ്ങനെ എന്തിനും ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ അത്രാമത്തെ പദങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇത് 2ന്റെ പവർ 1 പവർ 2 ഒക്കെ 2/2. 7ാമത്തെ 2/8 8ാമത്തെ 2 എല്ലാം 2/1. അതുകൊണ്ട് ഇതിന്റെ എക്സെന്റും എന്തായിരിക്കും? 2/2 ആയിരിക്കും. ഒന്നാമത്തെ പവർ 1, രണ്ടാമത്തെ പവർ 2, മൂന്നാമത്തെ പവർ 3. അപ്പൊ എന്താണെങ്കിലോ പവർ n. ഇതിന്റെ എക്സെന്റ് ഇങ്ങനെ xn ഈക്വൽ ടു 2/1 കൊടുത്ത് നോക്കാം. x1 ഈക്വൽ ടു 2/1, x2 ഈക്വൽ ടു 2/2, x3 ഈക്വൽ ടു 2/2. കണ്ടാ? ഒന്നാമത്തെ 3/1 ആണ്, രണ്ടാമത്തെ 3/2, മൂന്നാമത്തെ 3/3. അങ്ങനെ എണ്ണാമത്തോ അതിന്റെ തന്നെ 3/n ആയിരിക്കും. 1/1 1/2 1/3 1/4. അരിത്മെറ്റിക് അല്ല. dn പ്ലസ് എഫ് മൈനസ് ടി പറ്റില്ല. പക്ഷെ ഇതിന് എക്സെന്റ് കാണാൻ എളുപ്പം. ഒക്കെ 1/, ആണ്. 10ാമത്തെ 1/, 15ാമത്തെ 1/. അപ്പൊ എന്നാമത്തെ 1/, അല്ലെ? ഒക്കെ 1/. താഴെ ഒന്നാമത്തിന്റെ അവിടെ 1, 2ന്റെ ചോട്ടിൽ 2, 3ന്റെ ചോട്ടിൽ 3, 4ന്റെ താഴെ 4. അപ്പൊ 10ന്റെ താഴെ 10, എന്നിന്റെ താഴെ എന്നാമത്തിന്റെ താഴെ എന്നെ വരും. ഇതാണ് അതിന്റെ എന്ത് വരിക? nth ടേം വരിക. അരിത്മെറ്റിക് അല്ലെങ്കിലും nth ടേം കേട്ടോ. dn പ്ലസ് എഫ് മൈനസ് ടി അല്ല ഇത് ചെയ്യാൻ. അതിന് d വരണമെങ്കിൽ അരിത്മെറ്റിക് ആവും. സമാന്തര ശ്രേണിയാവും. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇതിങ്ങനെ തുടർന്നാൽ കിട്ടുന്ന നിറം കൊടുത്ത ചെറിയ സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയാണോ എന്ന് തോന്നുന്നു. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കിട്ടുന്ന കളേർഡ് സ്ക്വയേഴ്സ് ഇല്ലേ, അതിന്റെ എണ്ണം അരിത്മെറ്റിക് സീക്വൻസ് ആണോ അതിന്റെ റീസൺ? വളരെ സിമ്പിൾ ആണ്. ഇതില് കളേർഡ് സ്ക്വയേഴ്സ് നിറം കൊടുത്ത സമചതുരങ്ങൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 പിന്നെ 7. ഒന്നാമത്തെ ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്ത നിറം കൊടുത്ത സമചതുരത്തിന്റെ എണ്ണം 8 ആണ്. ഇതിലെത്തുണ്ട് 1 2 3 4 4 4 8 9 10 11 12. രണ്ടാമത്തേതിൽ 12. മൂന്നാമത്തിലോ ഇവിടെ 5. അപ്പൊ 10 ആയി. 11 12 13 14 15 16 16.
The number of colored squares in the first figure equal to 8. Number of colored squares in the second picture equal to 12. Number of colored squares in the third picture equal to 60. അല്ലെ? ഒന്നാമത്തിൽ 8, രണ്ടാമത്തിൽ കളർ 12, മൂന്നാമത്തിൽ 16. ഇതിങ്ങനെ തുടർന്നാൽ കിട്ടുന്ന അപ്പൊ അടുത്ത എത്രയ്ക്കാരം അത് അങ്ങനെ പോകുന്നുണ്ട്. അത് സമാന്തര ശ്രേണിയാണോ അല്ല? അതിന്റെ സീക്വൻസ് ചെയ്തേക്കാം. കോമട്ടിട്ട് 8, 12, 14 അല്ലേ? അപ്പൊ കോമട്ട് ചെയ്ത് 8, 12, 16 അങ്ങനെ പോവാണ്. അപ്പൊ അടുത്ത എത്രയ്ക്കാരം? ഇത് എത്ര കൂടി? 4 കൂടിയല്ലേ പോണത്. അതേപോലെ സീക്വൻസ് സമാന്തര ശ്രേണി അല്ലേ? അല്ലെ? അപ്പൊ അടുത്ത എത്രയിലെ 20 അങ്ങനെ വരും അല്ലെ? അപ്പോ ഇത് സമാന്തര ശ്രേണിയാണ്. കാരണം 4 വീതം കൂടി പോകുന്നു അല്ലെ? അതേപോലെ സീക്വൻസ് ആണ് എന്താ കാരണം? 4 ഇൻക്രീസ് ചെയ്യാനല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഈ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഓരോ ചിത്രത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്, എത്ര വലിയ സമചതുരങ്ങളുണ്ട്, ആകെ എത്ര സമചതുരങ്ങളുണ്ട്, ഓരോ ശ്രേണിയും എഴുതിയിട്ട് അത് സമാന്തര ശ്രേണിയാണോ, അതിന്റെ കാരണം ഏതാണ്? ഓരോ പിക്ചറിലും സ്മോൾ സ്ക്വയേഴ്സ് എത്ര ഉണ്ട്? ഓരോ റെക്ടാങ്കിൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ചതുരം വലിയ ചതുരല്ലേ, ചതുരങ്ങൾ അല്ലേ? ഇതിങ്ങനെ റെക്ടാങ്കിൾ. ഓരോ റെക്ടാങ്കിളും എത്ര സ്മാൾ സ്ക്വയേഴ്സ് ഉണ്ട്, എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്, മൊത്തം എത്ര സ്ക്വയേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സിന്റെ സീക്വൻസിന് അത് അരിതമെറ്റിക് ആണോ, അതിന്റെ കാരണം, അതിന്റെ കോമൺ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏതാണ്? ആദ്യം നമുക്ക് ചെറിയ സമചതുരങ്ങൾ എത്ര നോക്കാം. ഇത് ഇങ്ങനെ ഒരു ചതുരമാണ്, റെക്ടാങ്കിൾ, ഇങ്ങനെ റെക്ടാങ്കിൾ, ഇങ്ങനെ റെക്ടാങ്കിൾ. ഓരോ റെക്ടാങ്കിളും ഓരോ ചതുരത്തിലും എത്ര സമചതുരം നോക്കിയാൽ മതി. ഒന്നാമത്തെ ചിത്രത്തിലെ സമചതുരങ്ങളുടെ എണ്ണം എത്ര ഉണ്ട്? ഇത് 1, 2 അല്ലേ? അപ്പൊ ഒന്നാമത്തേതില് 2. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈക്വൽ ടു ഫസ്റ്റ് റെക്ടാങ്കിൾ ഈക്വൽ ടു 2 അല്ലെ? രണ്ടാമത്തിൽ എത്ര ഉണ്ട്? ഇതിൽ 2. രണ്ടാമത്തിലെ സമചതുരങ്ങളുടെ എണ്ണം, ചെറിയ സമചതുരങ്ങളുടെ എണ്ണം 4. മൂന്നാമത്തേതിലെ ചെറിയ സമചതുരങ്ങളുടെ എണ്ണം 6. നാലാമത്തിൽ 8 അല്ലെ? അങ്ങനെ വരുന്നത്. നമ്പർ ഓഫ് കളേർഡ് സ്ക്വയേഴ്സ്, സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ദ തേർഡ് പിക്ചർ ഈക്വൽ ടു 6. ഫോർത്ത് പിക്ചറിലാണെങ്കിൽ ഇത് സ്മോൾ സ്ക്വയേഴ്സിന്റെ കാര്യം. ഇനി ഓരോ ചിത്രത്തിലും വലിയ സമചതുരങ്ങൾ എത്ര ഉണ്ട്? ലാർജ് സ്ക്വയേഴ്സ്. ഇത് സ്മോൾ എണ്ണമാണ്. ഇത് ഇങ്ങനെ മൊത്തം അത് സ്ക്വയർ അല്ലല്ലോ, സമരല്ലോ, അത് റെക്ടാങ്കിൾ ചതുരല്ലേ. അപ്പൊ ഇതിന് എത്ര വലിയ സ്ക്വയർ ഉണ്ട്? ഇല്ല. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ, ഒന്നാമത്തെ ചിത്രത്തിലെ വലിയ സമരങ്ങളുടെ എണ്ണം അതില്ല, 0. രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര വലിയ സ്ക്വയർ ഉണ്ട്? ഇത് 4 ചെറുതാണ്. ഇത് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. അപ്പൊ ഒരു വലിയ സ്ക്വയർ കിട്ടൂലേ? സോ നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ദ സെക്കൻഡ് പിക്ചർ ഈക്വൽ ടു 1. രണ്ടാമത്തിൽ 1. ഇനി മൂന്നാമത്തിൽ ഇതിൽ എത്ര വലിയ സ്ക്വയർ? ഇത് ഇങ്ങനെ ആലോചിച്ചാൽ റെക്ടാങ്കിൾ ആണ്. ഇങ്ങനെ ചെറുത് 6 ഉണ്ട്. നമുക്ക് വലുത് എത്ര? ഇതാ, ഇതിപ്പോ റെക്ടാങ്കിൾ അല്ലേ? ഇതാ, ഇതിങ്ങനെ ഇതിങ്ങനെ സ്ക്വയർ അല്ലേ? ഒരു വലിയ സ്ക്വയർ അല്ലേ? ഇനി ഇതിങ്ങനെ വെക്കുക. അപ്പൊ അങ്ങനെ കിട്ടും. അപ്പോഴോ 2 വലിയ സ്ക്വയർ കിട്ടും. ഇതിലപ്പോ 2 വലിയ സ്ക്വയർ ഉണ്ടാവും അല്ലെ? ഇതിൽ എത്ര വലിയ സ്ക്വയർ ഉണ്ടെന്നാ ചോദ്യം. ചെറുത് എത്ര? 8. ഇതാ, ഈ 2 ഹൈഡ് ചെയ്യാം. ഇപ്പൊ ഒരു വലുതിനെ കണ്ടില്ലേ? ഇതാ, ഒരു വലിയ സ്ക്വയർ. ഇനി ഈ 2 ഹൈഡ് ചെയ്യാം. അപ്പൊ അവിടെ കണ്ടില്ലേ? 1. അപ്പൊ 2 ഇനി ഇതും ഹൈഡ് ചെയ്യാം. ഇതാ, ഇപ്പൊ ഇവിടെ കണ്ടില്ലേ? അപ്പൊ മൊത്തത്തിലുണ്ട് 3. ഇതില് 3. വലിയ സമയത്തിന്റെ എണ്ണം 0 ഒന്നാമത്തിൽ, രണ്ടാമത്തിൽ വലിയ സമയത്തിന്റെ എണ്ണം 1, വലിയ സമയത്തിന്റെ എണ്ണം 2, വലിയ സമയത്തിന്റെ എണ്ണം 3. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കിട്ടുന്ന. ഇനി നമുക്ക് ഓരോന്നും ആണ് അല്ലെ? ഇത് ചെറുതുകളുടെ എഴുതി, ഇത് വലുതിന്റെ എഴുതി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഓരോ ചിത്രത്തിലും ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, സമചതുരങ്ങളുണ്ട്, ചെറുതും വലുതാണ്.
ഇതല്ലേ ചെറുതിന്റെ എണ്ണം, ഇത് വലുതിന്റെ എണ്ണം. അപ്പൊ ആകെ എത്ര ഉണ്ട് കൂട്ടിയാൽ മതി. ഇതിൽ എത്ര ചെറുതുണ്ട്? രണ്ടെണ്ണം. വലുതില്ലല്ലോ. അപ്പൊ ആകെ എത്ര? ആകെ ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ ചെറുത് 4, വലുത് 1. 4 ഒന്ന് കൂട്ടിയാൽ മതി. ചെറുത് 6, വലുത് 2 അല്ലേ? അപ്പൊ ആകെ എത്ര സ്ക്വയർ ഉണ്ട്? 8 എണ്ണം. ചെറുത് 8 എണ്ണം ഉണ്ട്, വലുതോ 3 എണ്ണം. അപ്പൊ 8 3 11. ഒന്നാമത്തെ ചിത്രത്തിലെ ആകെ സമചതുരങ്ങളുടെ എണ്ണം ചെറുത് വലുതടക്കം 2. രണ്ടാമത്തിൽ ആകെ സമചതുരങ്ങളുടെ എണ്ണം 5. മൂന്നാമത്തിൽ 8. നാലാമത്തിൽ 11. നമ്പർ ഓഫ് ടോട്ടൽ സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈക്വൽ ടു 2. നമ്പർ ഓഫ് ടോട്ടൽ സ്ക്വയേഴ്സ് ഇൻ ദ സെക്കൻഡ് പിക്ചർ 5. തേർഡിലാണെങ്കിൽ 8. ഫോർത്തിലാണെങ്കിൽ 11. ഇനി ഈ 3 ക്വസ്റ്റ്യന്റെയും ആൻസറുകളാണ്. ഇത് ചെറുതുകളുടെ, ഇത് വലുതുകളുടെ, ഇത് മൊത്തം സ്ക്വയറുകളുടെ. ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ സീക്വൻസുകളൊക്കെ അരിതമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ അതിന്റെ കാരണം ആണ്. ഇങ്ങനെ അതിന്റെ പൊതു വ്യത്യാസം നമുക്ക് കാണാം. ഇത് ചെറിയ സമചതുരങ്ങളുടെ എണ്ണങ്ങളുടെ ശ്രേണിയാണ്. കോമട്ടീരിയ മതി. സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ. ആ സീക്വൻസ് ആണ്. അരിതമെറ്റിക് സീക്വൻസ് ആണോ? 2 കൂടിയാണ്. സമാന്തര ശ്രേണി. എന്താ കാരണം? ഇതിന് പൊതുവായിട്ടൊരു വ്യത്യാസമുണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. 2 വീതം കൂടിക്കൂടും അല്ലെ? അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാം. 2 ആണ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിലും വലിയ സമചതുരങ്ങളുടെ എണ്ണം അതിന്റെ സീക്വൻസ് ശ്രേണിയാണ്. 0 1 2 3. സീക്വൻസ് ആക്കി എഴുതിയല്ല കോമൺ ഡിഫറൻസ്. ഓരോന്ന് വീതം കൂടിപ്പോകുന്നു, സമാന്തര ശ്രേണിയാണ് അല്ലെ? അപ്പൊ അതിന് പൊതുവായ വ്യത്യാസമുണ്ട്. ആകെ സ്ക്വയറുകളുടെ എണ്ണം, മൊത്തം സ്ക്വയറുകളുടെ എണ്ണം, വലുത് ചെറുതടക്കം മൊത്തം സ്ക്വയറുകളുടെ എണ്ണം സീക്വൻസ് ആക്കിയത്. സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് ടോട്ടൽ സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ. ആ സീക്വൻസ് ആണ്. ഇങ്ങനെ എഴുതിയാൽ 3 കൂടി ശരിയാണല്ലോ. ഒരേ നമ്പർ തന്നെ കൂടുതൽ സമാന്തര ശ്രേണിയാണ്. അതേപോലെ സീക്വൻസ് ആണ്. D ഈക്വൽ ടു അവിടെ 3 ഇത്രേ ഉള്ളൂ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി തിരിച്ചു. ഓക്കെ.